ദൈവത്തിന് മഹത്വം. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഈ നല്ല ദിവസത്തിനും നല്ല സമയത്തിനുമായിട്ട്. സ്വർഗ്ഗത്തിലെ ദൈവം നമ്മളെ കരുതി നടത്തി പരിപാലിച്ചു. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രമാണ് എന്ന് ദൈവവചനം ഓർമ്മപ്പെടുത്തുമ്പോൾ ദുഷ്ടൻ്റെ ഇലപ്പെടാതെ അപകടങ്ങളും അനർത്ഥങ്ങളൊന്നും കൂടാതെ ബലവും ആരോഗ്യം നൽകി നമ്മളെ കരുതി നടത്തി പരിപാലിച്ച ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതിൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിന് വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നൊക്കെ വിടുവിക്കുന്നത് ദൈവമാണ്. യാതൊരു അനർത്ഥവും നിനക്ക് വരത്തില്ലെന്നും യാതൊരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ലെന്നും സകല വഴികളിൽ ഞാൻ നിന്റെ കാക്കുവാൻ എൻ്റെ ദൂതന്മാരെ കൽപ്പിച്ചാക്കും, അവർ നിന്റെ കാൽ കല്ലിൽ തട്ടാതെ വണ്ണം കാത്തുകൊള്ളും എന്നുള്ളതൊക്കെ ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനങ്ങളാണ്. ഒപ്പം തന്നെ ദൈവവചനം അനുസരിച്ച് നമ്മൾ നയിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ കരുതലിൽ, സമാധാനത്തിൽ, സന്തോഷത്തിലൊക്കെ ജീവിക്കാനായിട്ട് നമുക്ക് ദൈവം നമ്മളെ സഹായിക്കും. നമ്മുടെ ബലഹീനതകളൊക്കെ മാറ്റും, നമ്മളെ ബലപ്പെടുത്തും. നമ്മളെ വചനം പറയുന്ന പോലെ എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിൽ മതിയാകുന്നു. അവിടുത്തെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അപ്പോൾ ഇവിടെ ശക്തി എന്നൊക്കെ പറയുന്നത് ദൈവവചനം അനുസരിച്ചുകൊണ്ട് ജീവിക്കാനായിട്ടുള്ള ഒരു ശക്തിയെക്കുറിച്ചാണ് പറയുന്നത്. ഒപ്പം തന്നെ ശാരീരികമായിട്ട് കർത്താവ് നമുക്ക് ബലവും ആരോഗ്യവും നൽകും. കർത്താവിൻ്റെ കൃപ നമ്മളെ യഥാസ്ഥാനപ്പെടുത്തും, മനസ്സ് പുതുക്കി പാപവഴിയിൽ വിട്ടുതിരിഞ്ഞ് ജീവിക്കാൻ നമ്മളെ സഹായിക്കും. നമ്മൾ ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ ദൈവവചനത്തിലേക്ക് നോക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് നടന്ന ഒരു കൂട്ടരെ കാണാം, ദൈവത്തിൽ നിന്ന് അകന്നു പോയൊരു കൂട്ടത്തെ കാണാം. ദൈവവചനം പറയുന്നുണ്ട്, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവർ നശിച്ചു പോകും, എന്നാൽ ദൈവത്തോട് ചേർന്ന് നടക്കുന്നവർ അവർ ഓരോ ദിവസവും ദൈവ ജീവനിൽ വളരാനായിട്ട് തുടങ്ങും. മാത്രമല്ല ദൈവ സങ്കീർത്തനത്തിൽ യഹോവയുടെ വൃക്ഷങ്ങൾക്ക് തൃപ്തി വരുന്നു, അവൻ നട്ടിട്ടുള്ള ലെബാനോനിലെ ദേവദാരുക്കൾക്ക് തന്നെ. അപ്പോൾ നട്ടിട്ടുള്ള വൃക്ഷങ്ങളുടെ പ്രത്യേകത അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നത്, സങ്കീർത്തനം എങ്ങനെ പറഞ്ഞ് തക്ക കാലത്ത് ഫലം പുറപ്പെടുവിക്കുന്നു, ഇലവാടാത്തതുമായ വൃക്ഷം പോലെ. ഇവ നട്ടിട്ടുള്ള വൃക്ഷം എന്ന് പറയുന്നത് ഫലം കായ്ക്കാൻ വേണ്ടിയാണ് നടുന്നത്. അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും, അവർ ചെയ്യുന്നതെല്ലാം സാധിക്കും. അപ്പോൾ നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിന് വലിയ ഉദ്ദേശങ്ങളുണ്ട്. വചനം പറയുന്ന പോലെ എനിക്ക് നിന്നെക്കുറിച്ചുള്ള നിരൂപണങ്ങൾ ഒരിക്കലും നിന്റെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ളതാണ്. ഇതൊരു തിരിച്ചറിവാണ്, ഇതെല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമല്ല. കാര്യം നമ്മുടെ ജീവിതത്തിൻ്റെ പലവിധമായ സാഹചര്യങ്ങളിൽ കൂടിയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഇത് എൻ്റെ ക്ഷേമത്തിന് തന്നെയാണോ എന്ന് നോക്കുന്നു. കാരണം ദൈവം കാണുന്ന പോലെ പലപ്പോഴും മനുഷ്യർക്ക് കാര്യങ്ങളെ കാണാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മളുടെ മനസ്സ് ഇടുങ്ങിയിരിക്കുന്നത്. ദാവീദ് പറയുന്നുണ്ട്, ദാവീദ് നമുക്കറിയാം പ്രവാചകൻ വന്ന് ദാവീദിനെ അഭിഷേകം ചെയ്ത് അഭിഷേക തൈലം ഒഴിച്ച് നിന്നെ ഞാൻ രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അഭിഷേകം ചെയ്ത ദാവീദ് പല അവസ്ഥകളിൽ കൂടിയൊക്കെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ചില സമയങ്ങളിലൊക്കെ ദാവീദ് ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ മനസ്സ് ഇടുങ്ങിയിരിക്കുന്നു. എന്നാൽ പിന്നീട് പറയുന്നുണ്ട്, ഞാൻ യഹോവയിൽ ശരണപ്പെട്ടു, ഞാൻ യഹോവയിൽ ആശ്രയിച്ചു, ഞാൻ ബലപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും പല സാഹചര്യങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോകുമ്പോൾ നിരാശയും ദുഃഖവും ഭീതിയും ഉത്കണ്ഠകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം അത് എല്ലാ മനുഷ്യരിലും സംഭവിക്കും. എന്നാൽ ദൈവം നമ്മളോട് കൃത്യമായിട്ട് സംസാരിക്കും. കർത്താവിൻ്റെ സ്വരം കേൾക്കുമ്പോഴാണ് നമുക്ക് ബലവും ആരോഗ്യമൊക്കെ ഉണ്ടാകും. നമുക്കറിയാം, നമ്മൾ യാക്കോബിന് 12 മക്കളാണുള്ളത്. യാക്കോബിൻ്റെ 12 മക്കളിൽ യാക്കോബ് സ്നേഹിച്ച ഒരു മകനായിരുന്നു യോസഫ് എന്ന് പറയുന്നത്. ആ യോസഫിനെ സഹോദരങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് കൊന്നുകളഞ്ഞു എന്നുള്ളൊരു വാർത്ത സഹോദരങ്ങൾ കൊണ്ടുപോയി, അവനെ ഒരു ദുഷ്ടമൃഗം കടിച്ചു കീറി എന്നുള്ളൊരു വാർത്ത അപ്പം കേട്ടപ്പോൾ അവിടെ വളരെ സങ്കടത്തോടു കൂടി പിന്നീടുള്ള യാക്കോബിൻ്റെ ലൈഫ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവം യോസഫിനെ കരുതുകയും പോത്തിഫറിൻ്റെ ഭവനത്തിൽ നിന്ന് ചെയ്യാത്ത തെറ്റിനെ പിടിക്കപ്പെട്ട് കാരാഗ്രഹത്തിൽ കിടന്ന് സമയത്ത് താനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തൻ്റെ കൂടെ ശിക്ഷ അനുഭവിച്ച അപ്പക്കാരനോടും പാനപാത്രവാഹകനോടും പറയുകയും നിങ്ങൾ എന്നെ ഒന്ന് ഇവിടെ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് അവരതൊക്കെ മറന്നുപോയി. എന്നാൽ നമുക്കറിയാം തക്ക സമയത്ത് ദൈവം അത് ഓർമ്മപ്പെടുത്തി, പാനപാത്രവാഹകനെ ഓർമ്മപ്പെടുത്തിയിട്ട് അത് രാജാവിൻ്റെ അടുക്കൽ പറയുകയും രാജാവ് കണ്ട സ്വപ്നത്തിന് അതിൻ്റെ കൃത്യമായിട്ടുള്ള ആ അർത്ഥം പറയാൻ ആർക്കും സാധിക്കാതിരുന്നപ്പോൾ ഈ പാനപാത്രവാഹകൻ പറയുകയും ഞങ്ങൾ കണ്ട സ്വപ്നം
അവനോട് പറയുക, അവനത് കൃത്യമായിട്ട് വെളിപ്പെടുത്തുകയും അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു എന്ന് പറയുന്ന ആ വെളിപ്പെടുത്തലിൽ രാജാവ് അപ്പോൾ തന്നെ യോസഫിനെ കാരാഗൃഹത്തിൽ നിന്ന് കൊണ്ടുവന്ന് അവനെ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് മുന്നിൽ കൊണ്ടുവന്ന് രാജാവ് കണ്ട ആ ദർശനത്തെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തി കൊടുക്കുന്ന യോസഫിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. തുടർന്ന് നമുക്കറിയാം, ഇസ്രായേലിലെ രണ്ടാമനായിട്ട് യോസഫ് മാറി. തുടർന്ന് അവിടെ എല്ലായിടത്തും വലിയ ക്ഷാമം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ യാക്കോബ് തൻ്റെ മക്കളെ എന്ത് ചെയ്യുന്നുണ്ട്? യാക്കോബ് തൻ്റെ മക്കളെ യോസഫിൻ്റെ അടുക്കിലേക്ക് അയക്കുന്നുണ്ട്. യോസഫിൻ്റെ അടുക്കിലേക്ക് എന്ന് പറഞ്ഞാൽ യോസഫ് അവിടെ ഉണ്ടെന്ന അർത്ഥത്തിലല്ല, ഈ അവിടെ മിസ്രൈമിൽ ധാന്യം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് മക്കളെ അയക്കുന്നുണ്ട്. ഈ മക്കളെ അവിടെ ചെന്ന് ആദ്യത്തെ ഇതിൽ വെളിപ്പെടുത്തുന്ന, രണ്ടാമത്തെ ഇതിൽ ഞാൻ നിങ്ങളുടെ സഹോദരനാണെന്ന് വെളിപ്പെടുത്തുന്ന യോസഫിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാനീ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, ദുഃഖിച്ച് നിങ്ങൾ എൻ്റെ നരയെ പാതാളത്തിലേക്ക് ദുഃഖത്തോടെ അയക്കും എന്ന് പറയുന്ന ഈ യാക്കോബ്, ഈ മക്കൾ വന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ യോസഫിനെ കണ്ടു എന്ന് പറയുമ്പോൾ അവിടെ വളരെ സന്തോഷത്തോടു കൂടെ, ആ വാർദ്ധക്യത്തിലെത്തിയ വ്യക്തി വളരെ സന്തോഷത്തോടു കൂടെ വരുന്ന ഒരു ഭാഗം നമ്മൾ ദൈവവചനത്തിൽ വായിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. ഞാൻ പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ പലവിധമായിട്ടുള്ള അവസ്ഥകളിലൂടെ കടന്നു കാണുമ്പോൾ ദൈവവചനത്തിൽ പറയുന്നുണ്ടല്ലോ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. അപ്പോൾ നമുക്കറിയത്തില്ല, ദൈവം മഹത്വവും അഗോചരമായ കാര്യങ്ങളാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. പക്ഷെ പലപ്പോഴും നമുക്കത് കയറി കാണാനായിട്ട് പറ്റാത്തത് കൊണ്ട് ദൈനംദിന ജീവിതത്തിൽ വരുന്ന പലവിധമായിട്ടുള്ള ചെറിയ വിഷയങ്ങൾ പലപ്പോഴും മനസ്സിനെ നിരാശയിലേക്കും ദുഃഖത്തിലേക്കും കൊണ്ടുപോയിട്ട് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ആ മഹത്വവും തേജസ്സും ആ ദൈവത്തിൻ്റെ വലിയ കാര്യങ്ങളെ വേണ്ടുവണ്ണം മനസ്സിലാക്കാതെ പോകുന്ന അനേകരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന് തെറ്റ് പറ്റത്തില്ല, മനുഷ്യർക്കൊക്കെ തെറ്റ് പറ്റും. ദൈവത്തിൻ്റെ വചനത്തിന് വള്ളിപുള്ളി മാറ്റം വരത്തില്ല. ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ ആ ഉദ്ദേശത്തിലേക്ക് ദൈവം നമ്മളെ നയിക്കും. നിരാശയും ദുഃഖവും ഭീതിയൊക്കെ ദൈവിക പദ്ധതികളിലേക്ക് നയിക്കപ്പെട്ട ഓരോരുത്തരുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ദാവീദിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം, ശൗലിൻ്റെ ഗൃഹവും ദാവീദിൻ്റെ ഗൃഹവും, അതിലൊരു ഗൃഹം ദൈവഹിതപ്രകാരം ഉള്ളതായിരുന്നു, അത് ദാവീദിൻ്റെ ഗൃഹമായിരുന്നു. ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും, ദാവീദിൻ്റെ ഗൃഹം മേൽക്കുമേൽ ശക്തിപ്പെടുകയും ശൗലിൻ്റെ ഗൃഹം ക്ഷയിച്ച് പോവുകയും ചെയ്തു. അപ്പം നമ്മൾ ദൈവവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും കർത്താവിനോട് ചേർന്ന് നടക്കുമ്പോൾ ദൈവികമായിട്ടുള്ള ആ പദ്ധതി, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ലഭിക്കാനായിട്ട് ഇടയായിത്തീരും. ഞാൻ ഈ അനുഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ ദൈവവചനത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട്. സ്വർഗീയമായിട്ടുള്ള സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവേശു നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് ദൈവവചനം പറയുമ്പോൾ, നമ്മൾ ആ സ്വർഗീയമായതിനെ പിൻപറ്റുമ്പോൾ ഈ ഭൗമികമായ കാര്യങ്ങളെ എല്ലാം നമുക്ക് ധാരാളമായി നൽകി തരാൻ മതിയായവനായ ദൈവമാണ്, വിശ്വസ്തനായ ദൈവമാണ്. അവൻ്റെ വിശ്വസ്തതയെ നമ്മൾ ഒരിക്കലും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ ദൈവത്തിൻ്റെ വിശ്വസ്തത നമുക്ക് വെളിപ്പെട്ട് കിട്ടും. നമ്മളവിടെ സംശയിക്കേണ്ട കാര്യമില്ല. ദൈവത്തോട് ചേർന്ന് നടക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളിന്ന് ഓരോരുത്തരിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മൾ പുറപ്പാട് പുസ്തകത്തിലേക്ക് പോകുമ്പോൾ, പുറപ്പാട് പുസ്തകം അതിൻ്റെ 3-ാം അധ്യായത്തിൽ നമുക്കറിയാം, ഇസ്രായേൽ ജനം 400 വർഷത്തോളം അടിമകളായി മിസ്രൈമിലായിരുന്നപ്പോൾ ആ മിസ്രൈമിൽ നിന്നും തൻ്റെ ജനത്തെ വിടുവിക്കേണ്ട ഒരു സമയമായി എന്ന് ദൈവം മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ അത് ദൈവം മുമ്പേ പറഞ്ഞിരുന്നൊരു കാര്യമാണ്. അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തിരുന്നു, നിന്റെ സന്തതി പരമ്പരകൾ അവർ അന്യദേശത്ത് 400 വർഷം അവരവരെ പരദേശികളായിട്ട് ഒരു അടിമത്തത്തിലായിരിക്കും. പിന്നീട് ഞാൻ അവരെ അവിടുന്ന് വിടുവിക്കും, അവർ വളരെ സമ്പത്തോടുകൂടെ അവിടുന്ന് പോരും എന്നൊക്കെ ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തൊക്കെ ദൈവജനത്തിലുണ്ട്. പലരും മറന്നുപോയി. എങ്കിലും ദൈവം എന്ത് ചെയ്യത്തില്ല, ദൈവം മറക്കത്തില്ല. മനുഷ്യരൊക്കെ വാക്കുമാറും, ദൈവം വാക്കുമാറത്തില്ല. സമ്പത്തോടുകൂടെ, വളരെ സമ്പത്തോടുകൂടെ ഈ അടിമത്തത്തിലിരിക്കുന്ന ജനം അവിടെ നിന്ന് പോരുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പോരേണ്ട സമയത്ത് എല്ലാ അനുഗ്രഹങ്ങളും, അല്ലെങ്കിൽ ആ മിസ്രൈമിനെ കൊള്ളയടിച്ചും കൊണ്ട് പോരണ ഒരു തലത്തിലോട്ട് കാര്യങ്ങളെ കൊണ്ടെത്തിക്കാനും ദൈവം മതിയായവനാണ്. അതിനുവേണ്ടി നമ്മൾ ബുദ്ധിയിലൊന്നും കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. ദൈവം തന്നെ അത് അവിടെ ചെയ്ത് അവർക്കുള്ള അവരുടെ സ്വർണവും അതെല്ലാം കൊടുത്ത്, വസ്ത്രങ്ങളൊക്കെ കൊടുത്ത് അവരതെല്ലാം കൊള്ളയടിച്ചും കൊണ്ടാണ്. കൊള്ളയടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊള്ളയടിച്ചു എന്നുള്ളൊരു വാക്ക് അവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അത് കൊള്ളയല്ല, അവരുടെ കഷ്ടപ്പാടിൻ്റെ അവർ 400 വർഷം അവർ അവിടെ കഷ്ടപ്പെട്ടു ഇസ്രായേലിൽ. അതിൻ്റെ ആ
അവർക്ക് അതിൻ്റെ കൂലി കൊടുക്കുകയാണ്. ദൈവം കൃത്യമായിട്ടുള്ള കൂലി അവരിൽ നിന്ന് തന്നെ വാങ്ങിച്ചു കൊടുത്ത് അവരവിടെ നിന്ന് പോരുന്നത് കാണാൻ പറ്റും. നമുക്ക് ഇന്ന് 3-ാം അധ്യായത്തിൽ അതിൻ്റെ 7-ാം വാക്യം, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം. യഹോവ അരുളിച്ചെയ്തത്, മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ ഇസ്രായേലിയരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസിയർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. അപ്പൊ ഇവിടെ 400 വർഷം എന്ന് പറയുന്നത്, ആ 400 വർഷം അവരവിടെ അടിമത്തത്തിലായിരുന്നെങ്കിലും ഒരു സമയം കഴിഞ്ഞപ്പോഴാണ് ദൈവത്തിന്റെ പദ്ധതിയുടെ ആ പൂർണ്ണതയിലേക്ക് വരുന്ന സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന ഫറവോന്റെ ഹൃദയത്തെ ദൈവം കഠിനമാക്കിയത്. ദൈവജനം പറയുന്നുണ്ട്, എനിക്ക് കരുണ തോന്നണം എന്നുള്ളവരോട് കരുണ തോന്നുന്നു, കൃപ തോന്നണം എന്നുള്ളവരോട് കൃപ തോന്നുന്നു, കഠിനമാക്കണമെന്ന് തോന്നുന്ന ഹൃദയം ഞാൻ കഠിനമാക്കുക. അത് ഫറവോന്റെ ഹൃദയം ദൈവം കഠിനമാക്കിയപ്പോൾ അതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. കാരണം അവര് ദൈവം വാഗ്ദത്തം ചെയ്ത കനാൻ ദേശത്തേക്ക് അവരെ ദൈവത്തിന് നയിക്കണം. കാരണം നമ്മൾ കാണുമ്പോൾ ഈ മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനം വിടുവിക്കപ്പെടുന്നു, അവർ പാലും തേനും ഇവിടുന്ന് കനാൻ ദേശത്തേക്ക് പോകുന്നു, ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അതിനപ്പുറമായിട്ടുള്ള വലിയ ദൈവിക പദ്ധതികൾ ദൈവത്തിന് ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ ഇസ്രായേൽ ജനത്തിൽ കൂടി വേണം ദൈവത്തിന് മാനവരാശിയെ രക്ഷിക്കുവാനുള്ള ആ ഒരു രക്ഷകൻ വരേണ്ടത് എന്നുള്ളതൊക്കെ ദൈവഹൃദയത്തിലെ പദ്ധതികളായിരുന്നു. അപ്പോൾ ആ പദ്ധതികളിലേക്കുള്ള ആ വലിയൊരു പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അത് വർഷങ്ങളെടുത്തിട്ടാണ് നടക്കുന്നതെങ്കിലും ദൈവജനം പറയുന്നത് ദൈവത്തിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെ ഇരിക്കണം. അപ്പോൾ ദൈവത്തിന് ഇതെല്ലാം തുടക്കത്തിൽ ഒടുക്കം അറിയുന്ന ദൈവം വളരെ കൃത്യതയോടുകൂടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പലപ്പോഴും അത് മനുഷ്യർക്ക് അത് മനസ്സിലാകുന്നില്ല. അപ്പോൾ നമ്മൾ ഈ 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ കാണാം, മോശെ മിദ്യാനിലെ പുരോഹിതനും തൻ്റെ അമ്മായപ്പനുമായ ഇത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. ഈ മോശെ എന്ന് പറയുന്നത് ആരായിരുന്നു? മിസ്രൈമിൽ അടുത്ത സ്ഥാനപതിയായി അല്ലെങ്കിൽ ഫറവോന്റെ ആ ഒരു ഇതിലേക്ക് കയറി വരേണ്ട ഒരു വ്യക്തിയായിരുന്നു ആര്? ഈ മോശെ, അല്ലെ? പക്ഷെ മോശെ ഇന്നിപ്പം ഈ ഇത്രോവിന്റെ ആടുകളെ മേയ്ക്കത്തക്ക രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നതിന്റെ കാരണം എന്തുവാ? തൻ്റെ സഹോദരന്മാർ ഈ കഷ്ടത അനുഭവിക്കുന്നത് കണ്ടപ്പോൾ ആ കഷ്ടതയിൽ നിന്നും അവരെ വിടുവിക്കണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹം തൻ്റെ ഹൃദയത്തിലുണ്ടായി. അത് തൻ്റെ ഹൃദയത്തിലുള്ള ആഗ്രഹമാണ്. കാരണം തൻ്റെ സഹോദരങ്ങളാണ് ഇവിടെ കഷ്ടത അനുഭവിക്കുന്നവർ. ഞാൻ ഈ കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ വളരെ സന്തോഷിക്കുന്നു. എൻ്റെ മാതാപിതാക്കളും എൻ്റെ സഹോദരങ്ങളൊക്കെ ഈ ഊഴിയ വേല ചെയ്യുന്നു. എന്നാൽ ഇവരെ ഇതിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരണം എന്നുള്ള വലിയൊരു ആഗ്രഹത്തിൽ, നമുക്കറിയാം മിസ്രൈമിലെ എല്ലാ അഭ്യാസങ്ങളും അഭ്യസിച്ചവനാണ് മോശെ. അതുകൊണ്ട് തന്നെ അവിടെ ഈ ഫറവോന്റെ ഒരു ഫറവോന്റെ മേലധികാരി ഒരുത്തിനെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ മോശെ എന്ത് ചെയ്തു? അവനെ ഒറ്റയടിക്ക് കൊന്നു എന്ന് പറയുന്നത്. ഒറ്റയടിക്ക് കൊന്നു. അവരൊറ്റയടിക്ക് ഒരാൾ മരിക്കാന്ന് പറഞ്ഞാൽ കാര്യം അപ്പം അത്രയും ശക്തിയുണ്ട്, കരുത്തുണ്ട്, കായികാഭ്യാസമൊക്കെ അറിയുന്നൊരു വ്യക്തിയാണ് ആര്? മോശെ. അപ്പോൾ അവനെ അടിച്ച് കൊല്ല് മാത്രമല്ല, അവനെന്ത് ചെയ്തു? കുഴിച്ചിട്ടു. നമ്മൾ വചനത്തിൽ അതൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ട്, പിന്നെ അത് വായിക്കാത്തത്. അപ്പോൾ അവനെ കുഴിച്ചിട്ടു. പക്ഷെ പിറ്റേ ദിവസം ഈ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ രക്ഷിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച തൻ്റെ സഹോദരവർഗം തന്നെ അവനെതിരായിട്ട് എന്ത് ചെയ്തു? തിരിഞ്ഞിട്ട് അവനോട് പറയുന്നുണ്ട്, നീ ഇന്നലെ ഈ ഫറവോന്റെ ആ എന്താ പറയുന്ന ഫറവോന്റെ അവരെ ഈ അടിമകളെ മേയ്ക്കുന്ന ഊഴിയ വിചാരകരല്ലേ, നീ അവനെ കൊന്നതുപോലെ നീ എന്നെയും കൊല്ലാനാണോ ഭാവിക്കുന്നത്? അപ്പോഴാണ് മോശം എന്ത് ചെയ്യുന്നത്? അവിടെ പറയുന്നുണ്ട്, ഇതെല്ലാം കാര്യം പാട്ടായി പോയി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ഓടിപ്പോവാണ്. കാരണം ഫറവോൻ ഇത് അറിഞ്ഞെന്ത് ചെയ്യും? മോശനെ കൊല്ലും. അങ്ങനെ ഓടിപ്പോയിട്ട് എന്ത് ചെയ്യാണ്? അങ്ങനെ ഓടിപ്പോയിട്ട് ചെന്ന സ്ഥലമാണ് മിദ്യാനില്. കേട്ടോ, അത് വേണമെങ്കിൽ നമുക്കൊന്ന് വായിക്കാം, നിങ്ങൾ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ. ആ കാലത്ത് 11-ാം വാക്യം 2:11 തൊട്ടൊന്ന് വായിക്കുകയാണെങ്കിൽ, ആ കാലത്ത് മോശെ മുതിർന്ന ശേഷം അവർ തന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവരുടെ ഭാരമുള്ള വേല നോക്കി തന്റെ സഹോദരന്മാരിൽ ഒരു എബ്രായനെ ഒരു മിസ്രൈമ്യൻ അടിക്കുന്നത് കണ്ടു. മിസ്രൈമ്യൻ തന്റെ സഹോദരന്മാരിൽ എബ്രായനെ അടിക്കുന്നത് കണ്ടു.
അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ആരുമില്ലെന്ന് കണ്ടപ്പോൾ ഇസ്രായേലിനെ അടിച്ചു കൊന്നു. ഇസ്രായേലിനെ അടിച്ചു കൊന്നു, മണലിൽ മറവ് ചെയ്തു. മണലിൽ മറവ് ചെയ്തു. പിറ്റേ ദിവസവും അവൻ ചെന്നപ്പോൾ രണ്ട് എബ്രായ പുരുഷന്മാർ തമ്മിൽ ശണ്ടയിടുന്നത് കണ്ട് അന്യായം ചെയ്തവനോട് നിന്റെ കൂട്ടുകാരനെ അടിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. അതിന് അവൻ, നിന്റെ ഞങ്ങൾക്ക് പ്രഭു ന്യായാധിപതി ആക്കിയവൻ ആര്? മിസ്രൈമിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവാൻ ഭാവിക്കുന്നുവോ എന്ന് ചോദിച്ചു. മിസ്രൈമിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവാൻ ഭാവിക്കുന്നുവോ എന്ന് ചോദിച്ചു. ആരാ ചോദിച്ചത്? ഇവരെ ഇവിടുന്ന് രക്ഷിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ഇറങ്ങി വന്ന ഇവന്റെ സഹോദരന്മാരാണ്. എബ്രായ പുരുഷന്മാർ തമ്മിൽ ശണ്ടയിടുന്ന കണ്ടിട്ട് ചോദിക്കുന്നത്. അപ്പോ അവിടെ പറയാം പ്രസിദ്ധമായല്ലോ എന്ന് പറഞ്ഞ് 15-ാം വാക്യം. അപ്പോൾ കാര്യം പ്രസിദ്ധമായി പോയല്ലോ എന്ന് മോശെ പറഞ്ഞ് പേടിച്ചു. ഫറവോൻ ഈ കാര്യം കേട്ടാറെ മോശയെ കൊല്ലുവാൻ അന്വേഷിച്ചു. മോശെ ഫറവോന്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയി മിദ്യാൻ ദേശത്ത് ചെന്ന് പാർത്തു. അവൻ ഒരു കിണറ്റിനരികെ ഇരുന്നു. മിദ്യാനിലെ പുരോഹിതന് 7 പുത്രന്മാരുണ്ടായിരുന്നു. അവർ വന്ന് അപ്പന്റെ ആടുകൾക്ക് കുടിപ്പാൻ വെള്ളം കോരി തൊട്ടികൾ നിറച്ചു. അപ്പൊ അങ്ങനെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് ചെന്നത് മിദ്യാനിലാണ്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? മിദ്യാനിലെ പുരോഹിതനായ ഇത്രോ എന്ത് ചെയ്യാണ്? തന്റെ മകളെ അവന് വിവാഹം ചെയ്ത് കൊടുത്തു. അങ്ങനെ വളരെ കുറച്ച് ഡീറ്റെയിൽ അവിടെ പറയുന്നുള്ളൂ. അപ്പോൾ ചെന്നു, വിവാഹം കഴിച്ചു കൊടുത്തു. അങ്ങനെ ഇപ്പൊ മോശ ഇപ്പൊ എന്താ പറയുന്നത്? ഇത്രോന്റെ ആടുകളെ നോക്കുകയാണ് നിലവിൽ. അങ്ങനെ നിലവിൽ ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുന്ന മോശെ, അതിന്റെ 2-ാം വാക്യം 3:2 വായിക്കുമ്പോൾ, അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപടർപ്പ് വെന്ത് പോകാതിരിക്കുന്നതും കണ്ടു. ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു കാഴ്ച അവിടെ കാണുന്നത്. തീ അവിടെ കത്തുന്നു, മുൾപടർപ്പ് കത്തുന്നു. പക്ഷെ ഈ മുൾപടർപ്പ് വെന്തു പോകുന്നില്ല. സാധാരണ ഒരു തീ കത്തുമ്പോ അതെന്താ ചെയ്യാ? അതിനെ വെന്തു പോലെ നമ്മൾ കണ്ടിട്ടുണ്ട്. തീ പിടിച്ചു കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല, എല്ലാം നശിച്ചു പോകും. ഇവിടെ വേറൊരു ഇതിലൊരു മർമ്മം പോലെ ഒരു കാര്യം മറിഞ്ഞു കിടക്കുന്നുണ്ട്. നമ്മള് ശദ്രക്, മേശക്, ഒബേദ്നെഗോവിനെയൊക്കെ തീയിലിട്ടപ്പോൾ അവിടെ 4ാമത് ഒരു വ്യക്തിയായി അവിടെ ഇറങ്ങി വന്നൊരു ദൂതനെ കാണുന്നു എന്ന് അവിടെ പറയുന്നത് കാണുകയും അവർക്ക് ഒരു കുഴപ്പവും തട്ടാതെ അവര് ആ തീയിൽ നിന്നും അവര് പുറത്തേക്ക് വരുന്നതൊക്കെ നമ്മൾ ദൈവജനത്തെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും നമ്മളോടും പറയുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്യണം? തീയിൽ കൂടി കടന്നു പോകുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകും. നീ തീയിൽ കൂടി കടന്നു പോയാൽ എന്ത് ചെയ്തില്ല? വെന്തു പോകത്തില്ല. മനസ്സിലായി? എന്ന് പറഞ്ഞാൽ ഇതിനർത്ഥം നമ്മൾ ഈ തീ എന്ന് പറയുമ്പോൾ നമ്മളുടെ വ്യക്തി ജീവിതത്തെ നമ്മളെ പണിതെടുക്കുന്ന ഒരു വലിയ ദൈവപ്രവൃത്തിയുണ്ട്. ആ ദൈവപ്രവൃത്തി നമ്മളിൽ നടക്കുമ്പോൾ നമ്മളൊരു തീയിൽ കൂടി കടന്നു പോകുന്ന ഒരു അനുഭവമാണെങ്കിലും നമ്മൾ മനസ്സിലാക്കണം, ഈ കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടല്ലേ. അതുകൊണ്ട് തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങൾ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനം കഴിപ്പിക്കും. അപ്പോൾ നമ്മളുടെ ജീവിതത്തിലും നമ്മൾ തീയിൽ കൂടി കടന്നു പോകുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിലും ഈ മുൾപടർപ്പ് മോശ കണ്ട് വെന്തു പോകാത്തതുപോലെ കർത്താവ് നമ്മളോട് കൂടെ ഉള്ളതുകൊണ്ട് ഏത് സാഹചര്യത്തിൽ കൂടി കടന്നു പോയാലും എന്ത് ചെയ്തില്ല? ഒന്നും നമുക്ക് സംഭവിക്കത്തില്ല എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ അതിനോട് ചേർത്ത് പറയുകയാണ്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തിൽ കർത്താവ് പറയുന്ന അതാണ്. എന്താ പറയുന്നത്? കണ്ടാലും ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെയുണ്ട്. അപ്പോൾ കർത്താവ് നമ്മളോട് കൂടെയുണ്ട് എന്നുള്ളതിനർത്ഥം നമുക്ക് ഒരു കുഴപ്പം വരത്തില്ല എന്നല്ല. നമ്മൾ പല സാഹചര്യത്തിൽ കൂടിയൊക്കെ കടന്നു പോകണം. കാരണം അങ്ങനെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ കൂടി കടന്നു പോയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ശോധന ചെയ്തിട്ടാണ് നമ്മൾ പൊന്ന് ശോധന ചെയ്യുന്ന പോലെ ഒരു അഴുക്കൊക്കെ നീങ്ങിപ്പോയി ശുദ്ധീകരിച്ച് ദൈവ തേജസ്സിന്റെ മക്കളായിട്ട് നമ്മൾ തീരുന്നത്. അപ്പൊ ഇവിടെ ഒരു വലിയൊരു കാര്യം മോശ കാണുകയാണ്. മുൾപടർപ്പ് കത്തുന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്യുന്നില്ല? അത് വെന്തു പോകുന്നില്ല. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയുമായി പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. 3-ാം വാക്യം. മുൾപടർപ്പ് വെന്ത് പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കിയിട്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശെ മോശെ എന്ന് വിളിച്ചു. അതിന് അവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ദൈവവും മോശമായിട്ടുള്ള ഒരു സംഭാഷണം അവിടെ ആരംഭിക്കുകയാണ്. എന്താ സംഭാഷണം? ദൈവത്തിന്റെ ഒരു പദ്ധതിക്ക് വേണ്ടി ദൈവം മോശ എന്ത് ചെയ്യുക? ഒരുക്കുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്ക് അതിന് തൊട്ട് മുമ്പിലത്തെ പേജിൽ നമ്മൾ വായിച്ചു, മോശ തന്റെ ഹൃദയത്തിൽ ആഗ്രഹപ്രകാരം എന്ത് ചെയ്തു? തന്റെ സഹോദരന്മാരൊക്കെ അവിടെ നിന്ന് വിടുവിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടെ തന്റെ വിൽ പവറിൽ, തന്റെ കഴിവിൽ, തന്റെ ശക്തിയിൽ ഇറങ്ങി. പക്ഷേ അവിടെ
തനിക്ക് അവിടെ പോലും നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ എന്ത് ചെയ്തു, താൻ അവിടുന്ന് ഓടിപ്പോരേണ്ടതായിട്ട് വന്നു. എന്നാൽ ഇവിടെ ഒരു ദൈവപ്രവൃത്തിയുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു കാര്യത്തിലേക്ക് ദൈവം മോശയെ കൊണ്ടുവരുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ മോശെ എന്ന് അവിടെ രണ്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞത് അവിടെ യഹോവയുടെ ദൂതൻ മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. മൂന്നാമത്തെ വാക്ക് പറയുമ്പോൾ അവിടെ പറയുന്നത് മോശ പറഞ്ഞു ഇതെന്താണെന്ന് നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ. അപ്പോൾ ഈ ദൂതനുണ്ട്, അവിടെ ആരുണ്ട്? യഹോവയുണ്ട് അല്ലേ. നമ്മൾ പല സ്ഥലങ്ങളിലും അബ്രഹാമിന്റെ അടുക്കിലേക്കൊക്കെ വരുമ്പോഴൊക്കെ 3 ദൂതന്മാർ വന്ന് പറയുമ്പോൾ കർത്താവ് വരുമ്പോൾ എപ്പോഴും കർത്താവിനോട് ഈ ദൂതന്മാരും എന്തുണ്ട്? കർത്താവിനോട് കൂടെയുണ്ട്. ആ സംഭാഷണത്തിൽ നിന്നാണ് അറിയുന്നത് അതിലൊരുവൻ, ഈ 3 പേര് ദൂതന്മാരെ പോലെ ആണെങ്കിലും അതിലൊരാള് യഹോവ തന്നെ ആയിരുന്നു എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നോക്കിയ യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ, അപ്പൊ മുൾപ്പടർപ്പിന്റെ നടുവിൽ ആ തീയിൽ നിന്നുകൊണ്ടാണ് ദൈവം ചെയ്യുന്നത് മോശയോട് സംസാരിക്കുന്നത്. മോശെ എന്ന് വിളിച്ചു, അതിനവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു അനുഭവം മോശയ്ക്ക് ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ് ദൈവമായിട്ട് ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ഏലി പുരോഹിതന്റെ വീട്ടില് ശമൂവേൽ ബാലനെ വളർത്താൻ നിർത്തിയപ്പോൾ ശമൂവേൽ ബാലൻ അവിടെ കിടന്നുറങ്ങുന്ന സമയത്ത് രാത്രിയിൽ ഈ ശമൂവേലെ എന്ന് വിളിക്കുമ്പോൾ ഈ കൊച്ച എഴുന്നേറ്റിട്ട് ഓടി എവിടേക്ക് ചെല്ലണേ? ഏലിയുടെ അടുക്കിലേക്ക് ചെല്ലും. എന്നിട്ട് ചോദിക്കുന്നത് നീ എന്നെ വിളിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ നിന്നെ വിളിച്ചില്ല, പോയി കിടന്നോളം പറയും. രണ്ടാമതും വിളിക്കും, എന്ത് ശമൂവേലെ എന്ന് വിളിക്കും, പിന്നെയും ചെല്ലും, അപ്പോഴും പറയില്ല ഞാൻ വിളിച്ചില്ല. മൂന്നാമത് ചെല്ലുമ്പോഴാണ് പറയുന്നത് രണ്ടാമത് പറയുന്നുണ്ട് ഇനി നീ അങ്ങനെ സ്വരം കേട്ടാൽ യഹോവേ അരുളി ചെയ്യണമേ ഞാൻ കേൾക്കുന്നു എന്ന് പറയണമെന്ന് പറഞ്ഞല്ലേ. ഈ മോശയുടെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ദൈവമായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം? ഇല്ല. അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു. ഫറവോന്റെ മകള് ആ സ്വന്തം കുഞ്ഞിനെ പോലെ വളർത്തി. മിസ്രൈമിലെ എല്ലാ നന്മകളും അനുഭവിച്ചുകൊണ്ട് മോശ എന്ത് ചെയ്തു? വളർന്നൊരു പുരുഷനായി. അതല്ലാതെ വേറൊരു ദൈവികമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായതായിട്ടൊന്നും വചനത്തിൽ നമ്മൾ കാണുന്നില്ല. ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷെ ഇവിടെ നോക്കൂ, യഹോവയെ കണ്ടപ്പോൾ ദൈവം ഉൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് മോശെ എന്ന് വിളിച്ചു, അതിന് അവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോ വ്യത്യസ്തമായിട്ടുള്ള എന്തോ ഒരു സംഭവം അവന് ഫീൽ ചെയ്യാണ് അല്ലെ. ദൈവത്തെ കണ്ടിട്ടുണ്ട് കേട്ടോ? കണ്ടിട്ടില്ല, പക്ഷെ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളയുക എന്ന് പറഞ്ഞു. എന്നിട്ട് 6-ാം വാക്യം എന്ന് വായിച്ചേ. ഞാൻ എബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിന്റെ പിതാവിന്റെ ദൈവമാകുന്നു എന്നും അവൻ അരുളി ചെയ്തു. അപ്പൊ ഇവിടെ ദൈവം അവനോട് തന്നെ വെളിപ്പെടുത്തുകയാണ്. ഞാൻ ആരാണ്? നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണെന്ന് പറഞ്ഞപ്പോ എന്ത് മനസ്സിലായി? കാര്യം പിടിയിട്ട ആൾക്ക്. കാരണം അമ്മ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാരണം ഈ വെള്ളത്തിൽ നിന്നും ഞാൻ വലിച്ചെടുത്ത് അവന് മോശയെന്ന് പേരിട്ടു എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ നോക്കാൻ ഞാൻ ഒരാളെ വിളിച്ചുകൊണ്ട് വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവന്റെ സഹോദരി ചെന്നിട്ട് സ്വന്തം അമ്മയെ എന്നെ വിളിച്ചുകൊണ്ട് വന്നല്ലേ. അപ്പോൾ ഒരു കാലഘട്ടം വരെ വളർത്താനായിട്ട് ഈ അമ്മയെ തന്നെയാണ് എന്ത് ചെയ്തത്? ദൈവം ഏൽപ്പിച്ചത്. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടാവണം? ദൈവം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ടാണല്ലോ എൻ്റെ സഹോദരന്മാരായ എബ്രായർ എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ചെറുപ്പത്തിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബൈബിളിൽ പല കഥാപാത്രങ്ങൾ അങ്ങനെ കാണാനായിട്ട് പറ്റും. തിമോത്തിയെ കുറിച്ച് പറയുന്നുണ്ട്, അവനെ വളർത്തിക്കൊണ്ടുവന്ന അമ്മയെക്കുറിച്ചും വലിയമ്മയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതുപോലെ പല കഥാപാത്രങ്ങളും അമ്മ മക്കളെ ഈ ദൈവ വഴിയിലേക്ക് നടത്തിക്കൊണ്ടുവരുന്ന പല അമ്മമാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാകുന്നു എന്ന് ഒരു മിസ്രൈമിനോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവത്തില്ല. പക്ഷെ ഇവനത് മനസ്സിലായി. കാരണം അല്ലെങ്കിൽ അവനെ ദൈവം തന്നെ അവനെ വെളിപ്പെടുത്തുകയാണ്. മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ടു. അവൻ മുഖം മൂടി. ദൈവത്തെ ഭയപ്പെട്ട് മുഖം മൂടി. ഇവിടെ നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ ഇനി പിന്നീട് ഒരു മുഖം മൂടുന്ന സംഭവം പിന്നീട് വരുന്നുണ്ട് അല്ലേ. അതെങ്ങനെയുള്ള ഇത് ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തിൽ അവൻ നിൽക്കുകയും ആ ദൈവത്തിന്റെ തേജസ് അവനിൽ നിറയുകയും ചെയ്തിട്ട് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവന്റെ മുഖത്ത് ദൈവത്തിന്റെ തേജസ് നിറഞ്ഞ് മറ്റുള്ളവർക്ക് നോക്കാൻ പറ്റാതിരുന്നതുകൊണ്ട് അവൻ മുഖം മൂടിയ ഒരു അനുഭവം ഈ മോശയ്ക്ക് നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ ഇവിടെ ഭയപ്പെട്ടിട്ട് മുഖം മൂടി എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ നോക്കാൻ പറ്റാതെ അടുത്തുകൂടാതെ വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവം അല്ലേ. ഇവിടെ പെട്ടെന്ന് ഒരു ഭയം ഗ്രസിച്ചിട്ട് മുഖം മൂടി. തുടർന്ന് 7-ാം വാക്യം. യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു,
ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ആ ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തില് ഇവിടെ നമ്മളുടെ കഷ്ടതകളും നമ്മളുടെ നിലവിളികളും നമ്മളുടെ സങ്കടങ്ങളും അറിയുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. മനസ്സിലായി? ഇത് നമ്മളുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും മനസ്സിലാക്കണം. നമ്മൾ പലപ്പോഴും പറയും നമ്മളുടെ വൈകാരികതയിൽ, അല്ലെങ്കിൽ കാരണം മനുഷ്യൻ ഭയങ്കര ഇമോഷണൽ ജീവിയാണ്, വൈകാരികമായിട്ട് പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ്. ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ദൈവം ഗതിഭേദത്താൽ ആച്ഛാദനം സംഭവിക്കാത്തവനാണ്. പക്ഷെ ദൈവത്തിൻ്റെ മക്കളെയും ദൈവം ആ ഒരു തലത്തിൽ തന്നെയാണ് സൃഷ്ടിച്ചിരുന്നെങ്കിലും പിശാച് പാപത്താൽ മനുഷ്യനെ എന്ത് ചെയ്തു? ആ ദൈവീയ സ്വഭാവം നഷ്ടപ്പെടുത്തി കളഞ്ഞപ്പോൾ മനുഷ്യൻ വികാരജീവിയായി. അപ്പോൾ ആ വികാരജീവി ആയപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും പല സാഹചര്യം കൂടിയൊക്കെ കടന്നു പോകുമ്പോൾ വൈകാരികമായിട്ട് പലപ്പോഴും മനുഷ്യൻ ദൈവം പ്രതികരിക്കും. ദൈവത്തിൻ്റെ അതേ കാഴ്ചപ്പാടിൽ കാര്യങ്ങളെ കാണാൻ പറ്റാത്തൊരു തലത്തിലേക്ക് മനുഷ്യൻ കയറി വരും. എന്നാൽ ദൈവത്തിന് നമ്മളുടെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് ഇവിടെ പറയാണ്, ഞാൻ അവരുടെ കഷ്ടത കണ്ടു. അല്ലേ? ഇസ്രായേൽ മക്കളുടെ കഷ്ടത ഞാൻ കണ്ടു. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയും, കർത്താവ് നീ കാണുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ദൈവജനം നമ്മൾ വ്യക്തമായിട്ട് പറയും, ഞാൻ കണ്ടു. 2 പ്രാവശ്യം പറയണം, ഞാൻ കണ്ടു. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മളുടെ കഷ്ടതകൾ എന്തെങ്കിലും ഒരു സാഹചര്യം കൂടി കടന്നു പോകുമ്പോൾ നമുക്ക് അപ്പോൾ തന്നെ എന്ത് ചെയ്യണം? അപ്പോൾ തന്നെ ഓൾ ഓഫ് സഡൻ പെട്ടെന്ന് വിടുതൽ കാണും. അതുകൊണ്ടാണ് ഇന്ന് ഇത്രമാത്രം മറ്റൊരു സുവിശേഷത്തിലേക്ക് ആളുകൾ പോകുന്നതിന്റെ കാരണം എന്താ? ഇപ്പോൾ വിടുതലാണ്, ഇപ്പോൾ നിനക്ക് വഴി തുറക്കുന്നൊക്കെ പറയുക. അങ്ങനെയല്ല ദൈവം പ്രവർത്തിക്കുന്നത്. നമുക്ക് ഇസ്രായേൽ മക്കളെ കുറിച്ച് ദൈവത്തിനൊരു വാഗ്ദത്തമുണ്ട്. അവർക്ക് പാലും തേനും ഒഴുകുന്നൊരു ദേശത്തോട്ട് അവരെ കൊണ്ടുപോകണം. അതിന് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തെ ദൈവം മുമ്പേ വെളിപ്പെടുത്തിയിട്ടുണ്ട് ദൈവവചനത്തിൽ. ഇത്ര സമയം, ഇത്ര വർഷം നിങ്ങൾ അവിടെ അടിമത്തത്തിലായിരിക്കും ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കൃത്യതയോടുകൂടി എന്ത് ചെയ്യാൻ പറ്റും? സമാധാനത്തോടെ ഇരിക്കാൻ പറ്റും. നമ്മളുടെ ജീവിതത്തിലും ദൈവം നമ്മളെ ഓരോ സാഹചര്യത്തിൽ കൂടി കടത്തി കൊണ്ടുപോകുമ്പോൾ വചനം പറയുന്നുണ്ട്, കഷ്ടത സഹിഷ്ണുതയെ. അപ്പം നമ്മുടെ ജീവിതത്തിൽ സഹിഷ്ണുതയുള്ള ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ നയിക്കുവാൻ വേണ്ടി നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ചില സാഹചര്യത്തിൽ കൂടിയൊക്കെ ദൈവം ചെയ്യും നമ്മളെ കടത്തിവിടും. ഇത് നമ്മൾ മനസ്സിലാക്കാതെ കഷ്ടങ്ങളിൽ നമ്മൾ പിറുപിറുപ്പിക്കുകയും ചെയ്തു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സഹിഷ്ണുതയുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിട്ട് മാറാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇവിടെ പറയണം, ഞാൻ നിങ്ങളുടെ കഷ്ടത കണ്ടു. ഇനി അടുത്ത് പറയാണ്, ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള നിങ്ങളുടെ നിലവിളി കേട്ടു. നമ്മളെ നിലവിളി പലപ്പോഴും നമ്മളെ നിലവിളി ആരും ചിലപ്പോൾ കേൾക്കുന്നു വരത്തില്ല. കാരണം മനുഷ്യർക്കൊന്നും സമയമില്ല, മറ്റുള്ളവരെ കേൾക്കാൻ സമയമില്ല, എല്ലാവരും ബിസിയാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടം എന്ന് പറയുന്നത് എല്ലാവരും അവനവരുടെ ആ ഒരു കോട്ടയിൽ, അല്ലെങ്കിൽ അവരവരുടെ ആ ഒരു കൂട്ടിലോട്ട് ഒതുങ്ങുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ വിഷമങ്ങളോ ഗദ്ഗതങ്ങളോ ഒന്നും പലപ്പോഴും വേണ്ടും വണ്ണം മനസ്സിലാക്കാൻ കഴിയാതിരിക്കുമ്പോൾ ഇവിടെ ദൈവവചനം പറയാണ്, അല്ലെ? ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയണേ, ഞാൻ അവരുടെ നിലവിളി കേട്ടു. അപ്പോൾ ഇത് നമ്മളിത് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ നിലവിളികൾ, നമ്മളുടെ വേദനകൾ, നമ്മളുടെ ഗദ്ഗതകൾ, നമ്മളുടെ നെടുവീർപ്പുകൾ ഒക്കെ കർത്താവ് എന്ത് ചെയ്യുന്നുണ്ട്? അറിയുന്നുണ്ട്. അപ്പോൾ അത് അറിയുന്നു എന്ന് മാത്രമല്ല, തക്ക സമയത്ത് ദൈവം അതിനുവേണ്ടി ദൈവം വഴികളും വാതിലുകളും തുറക്കും എന്നും എന്ത് ചെയ്യണം? ഒരു വ്യക്തി വിശ്വസിക്കും. അപ്പോൾ ഇവിടെ പറയാണ്, ഞാൻ കഷ്ടത കണ്ടു, ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി കേട്ടു. ഇനി ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. മനസ്സിലായോ? സങ്കടങ്ങൾ അറിയുന്നു. അപ്പൊ ഈ അറിയുന്നു എന്ന് മാത്രമല്ല, ഇപ്പൊ നമ്മൾ പറയുമോ സങ്കടങ്ങൾ ദൈവം നീ അറിഞ്ഞല്ലോ. നമ്മൾ പറയുമ്പോൾ നമ്മുടെ സങ്കടങ്ങളൊക്കെ ഒന്ന് ദൈവസന്നിധിയിൽ പങ്കുവെച്ചപ്പോൾ വലിയൊരു ആശ്വാസമുണ്ട്. ആ ആശ്വാസം കൊണ്ട് മാത്രം കാര്യങ്ങൾ തീരുന്നില്ല. ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി കാണാനും ദൈവം അനുവദിക്കും, അല്ലെ? ദൈവം തന്റെ മഹത്വം ഒരു വ്യക്തികൾക്ക് വിട്ടുകൊടുക്കത്തില്ല. തന്റെ സ്തുതി ഒരു വിഗ്രഹത്തിന് വിട്ടുകൊടുക്കാത്തൊരു ദൈവത്തിന് മഹത്വം കിട്ടത്തക്ക രീതിയിൽ ദൈവം പ്രവർത്തിക്കുമ്പോൾ ഒരു യഥാർത്ഥ ദൈവത്തിന് വേണ്ട ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് സഹിഷ്ണുത ഉണ്ടാകണം. ദൈവത്തിന്റെ സമയത്തിനായിട്ട് കാത്തിരിക്കണം. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? അതിനു മുമ്പേ നമ്മൾ ചാടിക്കേറി ഒരു കാര്യം ചെയ്യും. നമ്മൾ ഈ ലോകത്ത് ദൈവത്തിന്റെ ഓരോ പദ്ധതികൾക്കും കൃത്യമായിട്ടൊരു സമയമുണ്ട്. നമ്മൾ ഓരോ കൊച്ചു കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിന്റെ സൃഷ്ടിപ്പിലുള്ള ഓരോ കാര്യങ്ങൾക്ക് അതിനൊരു ടൈം പീരീഡ് ഉണ്ട്. ഒരു കോഴിയുടെ ഒരു മുട്ട വിരിഞ്ഞു വരണമെങ്കിൽ അതിനൊരു ദൈവം സമയം വെച്ചിട്ടുണ്ട്. ഒരു മാവ് നട്ട് കഴിഞ്ഞാൽ അത് ഫലം കായ്ക്കണമെങ്കിൽ ഒരു സമയം വെച്ചിട്ടുണ്ട്. നമ്മൾ ദൈവത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ടൈം പീരീഡ് ഉണ്ട്. മനുഷ്യന് അതിനൊന്നും സമയമില്ലാത്തത് കൊണ്ടാണ് ഇന്ന് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്? വേഗത്തിലായി. അതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് ഗുണമുണ്ടോ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. ദൈവത്തിന്റെ പദ്ധതികളെ തിരിച്ചറിയാതെ മനുഷ്യൻ എന്തിനോ വേണ്ടി ഓടുന്നു, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ മരിക്കുമല്ലോ എന്നുള്ളൊരു ജീവിതം ജീവിച്ച് നിത്യനാശത്തിലേക്കാണ് മനുഷ്യൻ പോകുന്നത്. എന്നാൽ ദൈവത്തിന്റെ സൃഷ്ടിപ്പ് എല്ലാം ഏറ്റവും മനോഹരമാണ്. അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദൈവം എത്ര വലിയവനാണ്, ദൈവം എങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആകാശം ദൈവത്തിന്റെ
മഹത്വത്തെ വർണ്ണിക്കുന്ന ആകാശവിധാനങ്ങൾ അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. അതുകൊണ്ട് പറയുന്നുണ്ടല്ലോ, നീ പക്ഷികളെ നോക്കൂ, മൃഗങ്ങളെ നോക്കൂ, നിനക്ക് ജ്ഞാനം ഉണ്ടാവും എന്ന് പറയും. ഉറുമ്പിനെ നോക്കി അല്ലെ, ഉറുമ്പിനെ നോക്കി ബുദ്ധി പഠിക്കാൻ പറയുന്നുണ്ട്. അപ്പോ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഓരോരോ സാഹചര്യങ്ങൾ വരുമ്പോൾ ഓരോ കാര്യങ്ങളിൽ കൂടി ദൈവം വ്യക്തമായിട്ട് ദൈവത്തിന്റെ ആലോചനകളെ വെളിപ്പെടുത്തി തരും. അപ്പൊ ഇവിടെ ദൈവജനം പറയാണ്, ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി ഞാൻ കേട്ടു, ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവർ സങ്കടങ്ങൾ അറിയുന്നു എന്ന് പറയുമ്പോൾ ആ സങ്കടങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കുവാനും ദൈവം മതിയായവരാണ്. കഴിയുന്നതിനും ഇത് ദൈവം ചെയ്തില്ല, ഒരു വ്യക്തിയെ പരീക്ഷിക്കത്തില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മൾ ഈ ദൈവം ഈ വിളിക്കുന്ന ഈ മോശ മുഖാന്തരമാണ് ദൈവം എന്ത് ചെയ്യുന്നത്? ന്യായപ്രമാണങ്ങൾ കൊടുക്കുന്നത് അല്ലെ. ന്യായപ്രമാണങ്ങൾ കൊടുക്കുമ്പോൾ അതിൽ ഓരോ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിന് കൊടുക്കുന്ന ഒരു തെറ്റിനും ശിക്ഷയുണ്ട് അല്ലെ. ഓരോ തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിന് ശിക്ഷയുണ്ട്. അതിൽ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ചില തെറ്റുകളുടെ ശിക്ഷ എന്ന് പറഞ്ഞാൽ 1 കുറയെ 40 അടി അല്ലെ, എന്ന് പറഞ്ഞാൽ 39 അടി അടിക്കാം. അതിൽ കൂടുതൽ അടിക്കരുത് എന്ന് അവിടെ പറയുന്നുണ്ട്. കാരണം കൂടുതൽ അടിച്ചാൽ അത് ദൈവം എന്ത് ചെയ്യുന്നില്ല, അനുശാസിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് പറ്റാവുന്ന അവന് കഴിയുന്ന ഒരു വേദനയുണ്ട്, മനസ്സിലായി. അതുകൊണ്ട് വേറൊരു ഭാഗത്ത് പറയുന്നത്, കഴിയുന്നതിന് വിധ പരീക്ഷിക്കാതെ പരീക്ഷയോടുകൂടെ പോക്കുവഴി തരുന്ന ഒരു കർത്താവാണുള്ളത്. അപ്പോൾ ഇവിടെ പറയാണ്, ഞാൻ സങ്കടങ്ങളെ അറിയുന്നു, ഇനി അവരെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്നും വിടുവിപ്പാനും ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്. വായിച്ചത് അതിന്റെ 8ാം വാക്യം തൊട്ട്, അവരെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. അപ്പൊ ഇവിടെ നോക്കിയേ, ഈ കൊണ്ടുപോകുന്ന സ്ഥലം നമ്മൾ പറഞ്ഞപ്പോൾ പാലും തേനും ആണെന്നൊക്കെ പറഞ്ഞെങ്കിലും ഈ സ്ഥലത്ത് എന്തുണ്ട്? അവിടെ ഒത്തിരി ആളുകൾ താമസിക്കുന്നുണ്ട് അല്ലെ. ദൈവം അവരെ മാറ്റി ഈ ഇസ്രായേൽ ജനത്തെ അവിടെ പ്രവേശിപ്പിക്കണമെങ്കിൽ ഇവിടെ ഈ പറയുന്ന കൂട്ടരുകൾ, അതുകൊണ്ട് ദൈവജനം പറയുന്നുണ്ട്, അമോര്യരുടെ അതിക്രമം എന്ത് ചെയ്തിട്ടില്ല, ആ ഒരു അളവിലേക്ക് വർദ്ധിച്ചിട്ടില്ല. ദൈവം നീതിയുള്ള ന്യായാധിപതി ആയതുകൊണ്ട് ചുമ്മാ കയറി ആരെയും എന്ത് ചെയ്തില്ല, ന്യായം വിധിക്കത്തില്ല. അപ്പൊ അവർ ചെയ്യുന്ന തെറ്റിന്റെ ശിക്ഷ ആയിട്ടാണ് ദൈവം എന്ത് ചെയ്യുന്നത്, അവിടെയുള്ള ജാതികളെ മാറ്റിയിട്ട് ഇസ്രായേൽ ജനത്തിന് ആ ദേശം എന്ത് ചെയ്ത് കൊടുക്കുന്നത്. മനസ്സിലായോ? പക്ഷേ ഇവർക്ക് വേണ്ടി ആരാ യുദ്ധം ചെയ്യുന്നത്? ദൈവമാണ് ഇവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. താഴേക്ക് വരുമ്പോൾ 9ാം വാക്യം, ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു, ഇസ്രായേല്യർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. ഞെരുക്കുന്ന ഞെരുക്കം, ഇത് അകത്ത് നടക്കുന്ന കാര്യം അല്ലെ. ഞെരുക്കുന്ന ഞെരുക്കം, അതാണ് നെടുവീർപ്പുകളായിട്ട്, ഗദ്ഗതങ്ങളായിട്ട്, നിലവിളികളായിട്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലും. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാ, പല ഞെരുക്കങ്ങൾ വരും, പല വ്യക്തികളിൽ നിന്നും ഞെരുക്കങ്ങൾ വരും, നമ്മളെ ഉൾക്കൊള്ളാത്ത അവസ്ഥകൾ വരും, നിന്ദിക്കപ്പെടും, പരിഹസിക്കപ്പെടും, ഒറ്റപ്പെടുത്തും അല്ലെ, ഇല്ലായ്മകളുണ്ടാവും. ഇതൊക്കെ ഞെരുക്കമാണ്, നമ്മുടെ മനസ്സിന്റെ ഞെരുക്കമാണ്. ഈ ഞെരുക്കം ചിലപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, അറിയണമെന്ന് നിർബന്ധമില്ല. നമ്മൾ റിജക്റ്റ് ചെയ്യുമ്പോൾ അല്ലെ, നമ്മൾ നിന്ദിക്കുമ്പോൾ, നമ്മൾ ഉൾക്കൊള്ളാതിരിക്കുമ്പോൾ, നമ്മൾ പറയുന്നത് അനുസരിക്കാതിരിക്കുമ്പോൾ അല്ലെ. അതുകൊണ്ടാണ് ദൈവജനം പറയുന്നത്, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ എല്ലാത്തിലും എന്ത് ചെയ്യണം, അനുസരിക്കണം. നിനക്ക് നന്മയുണ്ടാകുവാൻ നീ ഭൂമിയിൽ ദീർഘായുസോടെ ഇരിപ്പാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. അങ്ങനെ ബഹുമാനിക്കാതിരുന്നാൽ, അനുസരിക്കാതിരുന്നാൽ, മറുതലിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്തുണ്ടാവുക? അവർക്ക് അവരുടെ അകത്തുനിന്നുണ്ടാവും, അവരുടെ അകത്തൊരു ഒരു ഞെരുക്കം ഉണ്ടാവും അല്ലേ. അത് മക്കൾക്ക് എന്തല്ല, നന്നല്ല. അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും എന്ത് ചെയ്യണം, നല്ലൊരു ബന്ധത്തില് എപ്പോഴും മാതാപിതാക്കളുടെ അനുഗ്രഹം ലഭിക്കത്തക്ക രീതിയിൽ. പലപ്പോഴും പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് പക്ഷെ എന്ത് ചെയ്യണം, അത് നമ്മൾ പറഞ്ഞ് നിരപ്പാകണം. എന്തെങ്കിലും വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ അനുഗ്രഹത്തിന് ഒരിക്കലും എന്ത് ചെയ്യരുത്, അത് തടസ്സമാകരുത്. അവരുടെ ആ നെടുവീർപ്പുകൾ, അവരുടെ ഗദ്ഗതങ്ങൾ, അവരുടെ ഞെരുക്കങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, അനുഗ്രഹത്തിന് തടസ്സമാകരുത്. ഒപ്പം തന്നെ മാതാപിതാക്കളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ മക്കളെ എന്ത് ചെയ്യരുത്, കോപിപ്പിക്കരുത്. മനസ്സിലായോ? അവരെ എന്ത് ചെയ്യണം, അവരെ മനസ്സിലാക്കണം, അവരുടെ വിഷയങ്ങൾ മനസ്സിലാക്കണം. കാരണം ഈ പെട്ടെന്ന് കയറി ശാപവാക്കുകൾ പറയുവാനൊക്കെ മാതാപിതാക്കൾ വൈകാരികമായിട്ട് പ്രതികരിക്കുമ്പോൾ, നമ്മൾ ബൈബിളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും കാണാം, നമ്മൾ കനാൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറയുന്നൊരു ശാപം പെട്ടെന്ന് കയറി ആര് പറയുന്നുണ്ട്, നോഹ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ വേണമെങ്കിൽ അങ്ങനെ ഒരു ശാപം കൊടുക്കാതിരിക്കാനൊക്കെ നോഹയ്ക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ അവിടെ അത് ഒരു സുപ്രഭാതത്തിൽ വന്നൊരു കാര്യമല്ല,
ആ പെട്ടകം പണിയുന്ന കാലം തൊട്ടും കയറിയ കാലം തൊട്ടും ഒക്കെ ഉണ്ടായിട്ടുള്ള പലവിധമായിട്ടുള്ള ആ വ്യക്തിയുടെ പ്രവൃത്തികളുടെ ഒരു അവസാനമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ മക്കളുടെ ഉത്തരവാദിത്വമാണ് ആ അനുഗ്രഹങ്ങൾ ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു ജീവിതം ജീവിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ അമ്മയപ്പന്മാരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ് മക്കളെ, അല്ലെ, ഇത് ഞാൻ വായിച്ചത് നിങ്ങൾ നോക്കിയ ഒരു വചനമുണ്ട്, ഇത് എവിടെയത്, എഫേസ്യ ലേഖനത്തിലുണ്ട്. കാരണം ഈ ഞെരുക്കം എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഞെരുങ്ങിയതുകൊണ്ട് നമുക്ക് എന്തോ കുഴപ്പം നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന പല സാഹചര്യങ്ങളിലാണ് ഞെരുക്കമൊക്കെ ഉണ്ടാകുന്നത്. ആ ഞെരുക്കം അന്തരീക്ഷത്തെ മലിനമാക്കും, നമ്മുടെ ഹൃദയത്തെ ദൈവത്തോട് മറുതലിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. എന്നൊക്കെയും എഫേസ്യ ലേഖനം 6-ാം അധ്യായം എന്ന് വായിച്ച് 6:1. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. നിനക്ക് നന്മ ഉണ്ടാകുവാനും ഈ ഭൂമിയിൽ ദീർഘായുസോടിരിക്കാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തോടു കൂടിയ ആദ്യ കൽപ്പന. ഇവിടെ പറയാം, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. അപ്പോൾ വെറുതെ എന്തെങ്കിലും അനുസരിക്കാനല്ലോ, പിന്നെ കർത്താവിൽ അനുസരിക്കാൻ പറഞ്ഞാൽ വചനത്തിനൊത്തോണം അനുസരിക്കാനാണ് പറയുന്നത്. മനസ്സിലായോ? ശരിയായിരിക്കും, ചിലപ്പോൾ മാതാപിതാക്കളിലായിരിക്കാം പ്രശ്നം ഉണ്ടാക്കുന്നത്. പക്ഷേ ജ്ഞാനമുള്ള ഒരു മകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉത്തരവാദിത്വമാണ് എൻ്റെ അനുഗ്രഹങ്ങൾക്ക് ഞാൻ ഒരിക്കലും എന്ത് ചെയ്യരുത്, തടസ്സം ആകരുത്. അതാണ് അവിടെ പറയുന്നത് കേട്ടോ, ന്യായമല്ല. എന്നിട്ട് പറയാം, നിനക്ക് നന്മയും നിനക്ക് ദീർഘായുസ്സും ഈ ഒരൊറ്റ കാര്യത്തിൽ ലഭിക്കുകയാണ് ചെയ്യുക. എന്ത് കാര്യത്തിൽ? അമ്മയപ്പന്മാരെ ബഹുമാനിക്കുക, അനുസരിക്കുക, അവരെ സ്നേഹിക്കുക. മനസ്സിലായോ? എന്നിട്ട് 3-ാമത്തെ വാക്യം, 4-ാമത്തെ വാക്യം, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുകയും. അപ്പോൾ അമ്മയപ്പന്മാരോട് പറയാണ് അവരെ കോപിപ്പിക്കരുത്. അപ്പോൾ ഈ അമ്മയപ്പന്മാരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ മക്കളൊക്കെ ജനിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ അമ്മയപ്പന്മാർക്ക്, അല്ലേ, ഈ പ്രായത്തിന്റെ ഒരു വ്യത്യാസം വരും. ഇന്നത്തെ ലോകത്തിന്റെ ആ കാഴ്ചപ്പാടുകളും അവരുടെ രണ്ടും തമ്മിൽ പെട്ടെന്ന് അങ്ങ് ചേർന്ന് പോകത്തില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ പറയാണ്, മാതാപിതാക്കളെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ. അവിടെ ഒരു കർത്താവുണ്ട്. അപ്പോൾ ഒരു അമ്മയപ്പന് മക്കളെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തണമെങ്കിൽ കർത്താവിൻ്റെ കൃപയും കർത്താവിൻ്റെ ആ ജ്ഞാനവും ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. കാരണം ഇന്നത്തെ കാലത്ത് ഈ അന്ത്യകാലത്തിൻ്റെ അവസാന നാഴികളിൽ നിൽക്കുന്നതുകൊണ്ട് പിശാച് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഭവനങ്ങളിൽ ചിദ്രിപ്പുകൾ ഉണ്ടാക്കുക, ഭവനങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അപ്പനെയും അമ്മയും മക്കളെയൊക്കെ തമ്മിൽ എന്ത് ചെയ്യുക, വേർതിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ യേശു കർത്താവ് വന്നപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും മക്കളുടെ ഹൃദയങ്ങളെ അമ്മയപ്പന്മാരിലേക്കും, അല്ലെ, ആ ഒരു ബന്ധങ്ങൾ ഊഷ്മളമായിട്ട് ഓരോ കുടുംബങ്ങളെ പണിതെടുക്കുന്ന ഒരു വലിയ ദൈവപ്രവൃത്തിയാണ് കർത്താവ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഭവനങ്ങൾ സ്വർഗീയ ഭവനങ്ങളായി തീരുക എന്നുള്ള ഒരു വലിയ പദ്ധതി ദൈവത്തിനുണ്ട്. നമ്മൾ ഏതൊക്കെ വചനം പഠിച്ചാലും നമ്മൾ വ്യക്തി ജീവിതത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടായി വരുന്നില്ല എങ്കിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പം ഇങ്ങനെ നടക്കുന്നില്ലെങ്കിൽ എന്താ സംഭവം? ഇന്ന് നോക്കി നമ്മൾ ഓരോ വാർത്തകൾ കാണുമ്പോഴും മക്കൾ മുഖാന്തരം മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ട് മക്കളൊക്കെ പോകുമ്പോൾ ആ മാതാപിതാക്കൾക്കുണ്ടാകുന്ന വിഷമങ്ങൾ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് പത്രത്തിലും ചാനലുകളിൽ കൂടിയൊക്കെ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഞാൻ ഇവിടെ നമ്മളിത് വായിക്കുമ്പോൾ ഇവിടെ ഒരു ഞെരുക്കം എന്ന് പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ഇസ്രായേൽ മക്കൾ ഒക്കെ ഞെരുങ്ങിയതുകൊണ്ട് നമുക്ക് എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളും പലവിധമായിട്ടുള്ള സാഹചര്യങ്ങൾ കൂടി നമുക്കുള്ള ഞെരുക്കം വരുമ്പോൾ ആ ഞെരുക്കം അറിയുന്നൊരു കർത്താവുണ്ട്. അങ്ങനെ ഒരു ഞെരുക്കത്തിലേക്ക് പോകാതെ നമ്മളുടെ വിഷയങ്ങളൊക്കെ ദൈവസന്നിധിയിലേക്ക് കൊടുത്താൽ കർത്താവ് അവിടെ എന്ത് ചെയ്യും? അവിടെ ആ ഭവനത്തെ പണിയും, മക്കളെ പണിയും, മാതാപിതാക്കൾക്ക് ജ്ഞാനം നൽകും, വിവേകം നൽകും, ദീർഘക്ഷമയും സഹിഷ്ണുതയും നൽകും, കുറവുകളോടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാനും ഒക്കെയുള്ള വലിയ കൃപ കർത്താവ് നൽകും. അപ്പോൾ ഇവിടെ പറയാണ്, അവരുടെ ഞെരുക്കവും അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. ആകയാൽ വരിക, നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ. 10-ാമത്തെ വാക്യം വായിച്ച പുറപ്പാട് പുസ്തകം. ആകയാൽ വരിക, നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. ഇവിടെ നോക്കിയേ, ആകയാൽ വരിക. ഇപ്പൊ കർത്താവ് വിളിക്കുന്നത് വരിക എന്ന്. ആകയാൽ വരിക, നീ കണ്ടോ, അവിടെ നോക്കിയേ, നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. അപ്പൊ ദൈവം ഇപ്പൊ വിളിക്കുകയാണ്. നേരത്തെ താൻ സ്വയമായിട്ട് ചാടി ഇറങ്ങിയതാണ് നമ്മൾ എന്ത് കാണുന്നത്? അതിന്റെ 2-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്, അല്ലെ?
എബ്രായനെ മിസ്രൈമിൽ അടിക്കുന്നത് കണ്ട് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അവനെന്ത് ചെയ്തു? അടിച്ചു കൊന്നു അല്ലേ? എന്നിട്ട് അവിടെ താഴെ പറയുന്ന ഒരു വാക്കുണ്ട്, താൻ അവരെ അല്ലെ അതൊക്കെ, അതിനവൻ നിന്നെ ഞങ്ങൾക്ക് പ്രഭുവും ന്യായാധിപതിയും ആക്കിയവനാര്? മിസ്രൈമിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവാൻ ഭാവിക്കുന്നുവോ? ഒരുപക്ഷെ മോശ ചിന്തിച്ചിരുന്നത് ഇവരെന്നെ മനസ്സിലാക്കി ഞാൻ മുഖാന്തരം അവരെ വിടുവിക്കപ്പെടണമെന്നുള്ള ഒരു തലത്തിലോട്ട് അവർ കയറി വരുമെന്ന് മോശ ചിന്തിച്ചിരിക്കാം. പക്ഷെ അങ്ങനെയല്ല, നേരെ വിപരീതമാണ്. കാരണം എന്തുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്നാലും ദൈവം നീ ഇപ്പൊ മോശനെ ഇത് വിളിച്ചപ്പോൾ മോശ എന്താ പറയണ്ടാവുക? മോശ ഇത് 40 വർഷം മുമ്പ് ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങിയതാണ് അല്ലെ, അന്ന് വേണമെങ്കിൽ നിനക്ക് എന്നെ ഇതാക്കാമായിരുന്നല്ലോ, നീ അത് ചെയ്തില്ല, ഞാൻ അവിടുന്ന് ഓടിപ്പോരേണ്ട ഒരവസ്ഥ നീ എനിക്ക് വരുത്തി അല്ലെ. സ്വയ സംഭാഷണത്തിൽ ഇപ്പൊ മോശം പറഞ്ഞിട്ടുണ്ടാവില്ല, തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന് ദൈവികമായിട്ടുള്ള പദ്ധതിക്ക് ഒരു വ്യക്തിയെ വേണമെങ്കിൽ അവന്റെ കൈക്കിണങ്ങുന്ന ആയുധമാക്കണം. മനസ്സിലായില്ലേ? അപ്പോ ഈ മോശ ഒറ്റയടിക്ക് ഒരാളെ കൊന്നെങ്കിൽ, അല്ലെങ്കിൽ അടിച്ചു വരുത്തിനെ കൊന്നെങ്കിൽ, ആ കൊന്ന മോശയെ കൊണ്ടൊന്നും ഈ ജനത്തെ തന്റെ വാഗ്ദത്ത കാനാൻ ദേശത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യാണ്? അവിടെ നിന്ന് ഓടിപ്പോയി ആടുകളെ മേയിച്ച് അവന്റെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തി അവനെ ഈ മരുഭൂമിയിൽ കൂടി 10-12 ദിവസം നടന്നെത്താവുന്ന ഒരു ദൂരത്ത് എത്ര വർഷം നടക്കേണ്ടി വരുമെന്ന് അറിയാമായിരുന്ന ദൈവം അവനെ ഒരുക്കിയെടുക്കുകയായിരുന്നു. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഇവിടെ നോക്കി ആകയാൽ 10ാമത്തെ വാക്യം എന്ന് വായിച്ചാൽ ആകയാൽ വരിക, നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഇസ്രായേലിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. മോശ ദൈവത്തോട് ഫറവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ ഇസ്രായേലിൽ നിന്ന് പുറപ്പെടുവിപ്പാനും ഞാൻ എന്ത് മാത്രം ഉള്ളൂ. ഇവിടെ നോക്കിയേ, ഞാൻ എന്തു മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ എന്താർത്ഥം? ഞാനിപ്പോ കർത്താവേ, ഞാൻ അവിടുത്തെ ആരുമില്ല, ഞാൻ വെറുതെ ആടിനെ നോക്കി നടക്കുന്ന ഒരു ഇടയനാണ് ഞാൻ അല്ലെ, ഞാൻ എന്തുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞു. അതിന് അവൻ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നമ്മൾ ഭയങ്കര സംഭവമാണെന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല ദൈവത്തിന് വേണ്ടത്. ഞാനൊന്നുമല്ല കർത്താവേ, മനസ്സിലായോ? അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് കൊണ്ട് ഞാൻ ആകുന്നത് കൃപയാലാകുന്നു അല്ലെ, എന്നോട് നമ്മുടെ കൃപ വ്യർത്ഥമായി പോയില്ല. കർത്താവാണ് അപ്പോസ്തലൻ പൗലോസിനെയൊക്കെ ഒരുക്കിയെടുത്തത്. എല്ലായ്പ്പോഴും താനത് പറയുന്നുണ്ട്, ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുയേശുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു അല്ലെ. എല്ലാം അറിയാവുന്ന വ്യക്തിയാണ്, പക്ഷെ ഒന്നും അറിയാത്തവനായിട്ട് ഇരുന്ന് തന്നെ കൊണ്ട് കർത്താവ് പ്രയോജനപ്പെടുത്തിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അവിടെ പറയാ, അതിനവൻ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഇതാണ് ഒരു ദൈവവൈദ്യന് ഏറ്റവും ആവശ്യം എന്ന് പറയുന്നത്. കർത്താവ് നമ്മളോട് കൂടെ ഇരിക്കണം. കർത്താവ് നമ്മളോട് കൂടെ ഇരുന്നാൽ എന്താ ഉണ്ടാവുക? 32:8 പറയുന്നത്, ഞാൻ നിന്നെ ഉപദേശിച്ച് നീ നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടിച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ വഴി കൃത്യമായിട്ട് അവൻ കാണിച്ചു തരും, വഴി തെറ്റിപ്പോകാൻ ഇടവരത്തില്ല. ഇനി താഴേക്ക് വായിക്കുമ്പോൾ, ഈ ജനത്തെ ഇസ്രായേലിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിങ്കൽ ദൈവത്തെ ആരാധിക്കുമെന്നുള്ളത് ഞാൻ നിന്നെ അയച്ചതിന് അടയാളമാകും എന്ന് അരുളി ചെയ്തു. മോശ ദൈവത്തോട് ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവന്റെ നാമം എന്തെന്ന് അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്ത് പറയണം എന്ന് ചോദിച്ചു. ഇപ്പം മോശയ്ക്ക് ഒരു ഐഡിയ കിട്ടി. കേട്ടോ, മോശ ദൈവത്തോട് ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം, കേട്ടോ, അതുവരെ ഒരു ബോധ്യമില്ലായിരുന്നു. ഇപ്പൊ ആ ദൈവം തന്നെത്താൻ വെളിപ്പെടുത്തിയപ്പോൾ മനസ്സിലായി, അബ്രഹാമിന്റെ ഇസാക്കിന്റെ യാക്കോബിന്റെ ദൈവമാണ് നിങ്ങൾ പിതാക്കന്മാരുടെ ദൈവം, കണ്ടോ, എന്നെ നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചു എന്ന് പറയും. അപ്പോൾ 14ാമത്തെ വാക്യത്തില് ദൈവം അവനോട് പറയാണ്, അതിന് ദൈവം മോശയോട് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം എന്ന് കൽപ്പിച്ചു. നമ്മൾ നോക്കി, ഒരു മനുഷ്യനും പറയാൻ പറ്റാത്ത ഒരു കാര്യമാണത്. ഞാനെന്ന് നമ്മളൊക്കെ ഞാൻ എന്ന് പറയുന്നുണ്ട്, പക്ഷെ ഒരു വ്യക്തിക്കും സ്വയമായിട്ട് ഞാനെന്ന് പറയാൻ പറ്റാതെ ദൈവത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. കാരണം നമുക്കുള്ളതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. മനുഷ്യത് മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഒരു സറണ്ടറിങ് സംഭവിക്കുന്നത്. എനിക്കുള്ളതെല്ലാം, എൻ്റെ ജീവശ്വാസവും എനിക്കുള്ളതെല്ലാം ദൈവത്തിന്റെ ദാനമാണെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഞാനെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ ആകുന്നത് കൃപയാലാകുന്നു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. കർത്താവെ, നീയാണ് എന്നെ സൃഷ്ടിച്ചത്, നിന്റെ ജീവശ്വാസമാണ് എൻ്റെ മുക്കിലുള്ളത്. കർത്താവെ, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തും എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് സകലത്തിന്റെ ഉടയവനും സകലത്തിന്റെ സൃഷ്ടാവുമായി ദൈവം പറയും, ഞാനാകുന്നവൻ ഞാനാകുന്നു അല്ലെ. നിങ്ങൾ കൊലോസ്യലേഖനം ഒന്ന് വായിച്ചേ, ഈ ഞാനാകുന്നു എന്നുള്ളതിനെ കുറിച്ച് അവിടെ പറയുന്നൊരു വാക്ക് വായിക്കുകയാണെങ്കിൽ, ഈ അപ്പോസ്തലൻ പൗലോസ് പറയുന്നൊരു കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും.
1:15 കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യം. ഞാനാകുന്നു എന്നുള്ളതിനെ കുറിച്ച് അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ. സർവ്വ സൃഷ്ടിക്കും ആദ്യജാതൻ. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും. നമുക്ക് സ്വർഗത്തിലുള്ളത്, ഭൂമിയിലുള്ളത്, ദൃശ്യമായത്, അദൃശ്യമായത്, സിംഹാസനങ്ങളാകട്ടെ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാ സിംഹാസനങ്ങളും കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. കേട്ടോ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. ആരെ അവൻ മുഖാന്തരം എന്ന് പറഞ്ഞാൽ? യേശുക്രിസ്തു. മനസ്സിലായോ? അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടു. അപ്പൊ ഇത് മുഴുവൻ സൃഷ്ടിച്ചത് ആരാ? ദൈവമാണ് സൃഷ്ടിച്ചത്. ദൈവം ആരാണ്? ദൈവമാണ് യേശു കർത്താവ്. പലരും യേശുവിന്റെ ദൈവത്വത്തിൽ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഇവിടെ വ്യക്തമായിട്ട് പറയാണ് അവൻ മുഖാന്തരമാണ് ഇത് മുഴുവൻ സൃഷ്ടിച്ചത്. അല്ലെ, അവൻ തത്വത്തിന്റെ മുദ്ര. അല്ലെ, ഇനി തീത്തോസിന്റെ ലേഖനത്തില് തീത്തോസ് വായിക്കുമ്പോൾ അവിടെ നമുക്കൊരു വാക്ക് നമുക്ക് കാണാനായിട്ട് വരും. തീത്തോസിന്റെ 12-ാം വാക്യം, 2:12 യേശുവിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. 11-12 വായിച്ചേ. തീത്തോസ് 2:11-12. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. കണ്ടോ, സകല അതാ യേശുവിന്റെ ജനനത്തെ കുറിച്ച് പറയുന്നത്. എന്നിട്ട് പറയാണ് 2:11-12. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട്. മഹാദൈവവും, കണ്ടോ, നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തു. കണ്ടോ, അപ്പൊ മഹാദൈവമായ യേശുക്രിസ്തു. ആ മഹാദൈവമായ യേശുക്രിസ്തുവിന്റെ അല്ലെങ്കിൽ ആ മഹാദൈവമായ യഹോവയുടെ വാക്കുകളാണ് ഇപ്പൊ നമ്മൾ മോശയോട് പറയുന്നത് കേൾക്കുന്നത്. മനസ്സിലായോ? ഇനി ഇവിടെ എബ്രായ ലേഖനത്തിൽ ഒരു വാക്ക് 1:12 വായിക്കുകയാണെങ്കിൽ അവിടെ വേറൊരു കാര്യം പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എബ്രായർ 1:12 ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും, ഒരു മിനിറ്റ്, വസ്ത്രം പോലെ അവ മാറിപ്പോകും, നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല എന്ന് പറയുന്നു. ഒരു മിനിറ്റ്. എബ്രായർ 1:2, 12, 1:2 ഒന്ന് വായിച്ചു. പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി. കണ്ടോ, ആരുണ്ടാക്കിയത്? അവൻ മുഖാന്തരം. ഇതേ കാര്യം തന്നെയാണ് നമ്മൾ കൊലോസ്യ ലേഖനത്തിൽ വായിച്ചത്. അപ്പോ ദൈവം, യേശു കർത്താവാണ് എന്ത് ചെയ്തത്? സകലത്തെ ഉണ്ടാക്കിയത്. സിംഹാസനങ്ങൾ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലതും അവൻ മുഖാന്തരം അവനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഇവിടെ പറയാണ് ഇതെല്ലാം ഉണ്ടായത് അവൻ മുഖാന്തരമാണ്. അപ്പോൾ നമ്മളിത് അവസാനത്തിലുള്ള കാര്യങ്ങളെ കണ്ടത്. ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ ദൈവം തന്നെ വെളിപ്പെടുത്തിയിട്ട് വരുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഞാൻ അതും കൂടി അതിലോട്ട് പറഞ്ഞെന്നുള്ളതുള്ളൂ. അപ്പോൾ ഇവിടെ പറയാണ് ഞാൻ ആകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ ഇസ്രായേൽ മക്കളോട് പറയണം. അപ്പോൾ ഇതേ ദൈവമാണെന്ന് നമ്മളോട് കൂടെയുള്ളത്. മനസ്സിലായി? നമുക്കിത് അത്ര പിടിയുണ്ടാവും. മോശയോട് കൂടെ ദൈവം ഉണ്ടായപ്പോൾ നമ്മളോട് കൂടെയുള്ള 10:28 അവസാനത്തിൽ എന്ന് പറയാം, കണ്ടാലും ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. വ്യക്തിപരമായിട്ട് നമ്മളോട് പറയുന്നത്. മനസ്സിലായി? അപ്പോൾ ഇവിടെ തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഓരോരോ കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരുടെ കഷ്ടത കണ്ട ദൈവം എന്ത് ചെയ്യാണ്? അവരെ അനുഗ്രഹിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന്റെ അവസാനം 3-ാം അധ്യായത്തിന്റെ അവസാനത്തിലേക്ക് വന്ന പുറപ്പാട് അതിന്റെ 21-ാം വാക്യം, 21-22. പുറപ്പാട് 3:21-22. ഞാൻ മിസ്രയർക്ക് ഈ ജനത്തോട് കൃപ തോന്നുമാറാക്കും. ഞാൻ മിസ്രൈമ്യർക്ക് ഈ ജനത്തോട് കൃപ തോന്നുമാറാക്കും. യഥാർത്ഥത്തിൽ മിസ്രൈമ്യർക്ക് ഇവരോട് എന്തില്ലായിരുന്നു? കൃപ തോന്നിപ്പിച്ചില്ല. അതുകൊണ്ടാണല്ലോ അവർ ഇത്രയും കഷ്ടതയിലായത്. ഇപ്പൊ പറയാണ് ഞാൻ കൃപ തോന്നുമാറാക്കും. നിങ്ങൾ പോരുമ്പോൾ വെറും കൈയായി പോരേണ്ടി വരികയില്ല. നിങ്ങൾ പോരുമ്പോൾ
വെറും കൈയായി പോരേണ്ടി വരികയില്ല. അപ്പൊ ദൈവം അത് പറയണം അവരോട്. ഓരോ സ്ത്രീ താന്റെ അയൽക്കാരത്തിയോടും വീട്ടിൽ അതിഥിയായി പാർക്കുന്നവളോടും വെള്ളി ആഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു വാങ്ങി നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ധരിപ്പിക്കുകയും മിസ്രൈമ്യരെ കൊള്ളയടിക്കുകയും വേണം. അപ്പോൾ ദൈവം വ്യക്തമായിട്ടൊരു കാര്യം പറയുകയാണ്, ഞാൻ മിസ്രൈമ്യർക്ക് ഈ ജനത്തോട് കൃപ തോന്നുമാറാക്കും. നിങ്ങൾ പോരുമ്പോൾ വെറും കൈയായി പോരേണ്ടി വരികയില്ല. ഓരോ സ്ത്രീ താന്റെ അയൽക്കാരത്തിയോടും വീട്ടിലെ അതിഥിയായി പാർക്കുന്നവരോടും വെള്ളി ആഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു വാങ്ങി നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ധരിപ്പിക്കുകയും. കർത്താവ് തന്നെ പറയുന്ന പുത്രന്മാരെയും എന്ത് ചെയ്യണം? ധരിപ്പിക്കണമെന്ന്. അപ്പൊ ദൈവത്തിന് അറിയത്തില്ലേ, ഇവരവിടെ ധരിച്ചുകൊണ്ടിരുന്ന മുഴുവൻ അവിടെ ജാതികളെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വിഗ്രഹങ്ങളുടെ മേലിട്ടിരുന്ന അതൊക്കെയാണ്, അത് കൊണ്ടുവന്ന് മക്കളുടെ മേലിടാൻ പാടുണ്ടോ എന്ന് ദൈവത്തിന് അറിയത്തില്ലേ അല്ലേ? അപ്പൊ ഇവിടെ ഇന്ന് ഒത്തിരി പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലെ. സ്വർണ്ണാഭരണം അണിയാൻ പാടുണ്ടോ, അണിയാൻ പാടില്ലേ എന്നുള്ളതൊക്കെ, അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹങ്ങളാണ്, അതൊരു നിയമമൊന്നുമല്ല. പക്ഷെ ഇവിടെ ദൈവം അവരുടെ കഷ്ടത ഓർത്തും കൊണ്ട് അവരെ അവിടെ നിന്ന് വിടുവിക്കുമ്പോൾ ദൈവം, അല്ലെങ്കിൽ അത് കർത്താവ് പറഞ്ഞാൽ മതിയായിരുന്നു, നിങ്ങളത് മേടിച്ചത് സഞ്ചിയിലിട്ടുകൊണ്ട് പോരാന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇതങ്ങനെയല്ല പറയുന്നത്, നിങ്ങളുടെ മക്കളെയും എന്ത് ചെയ്യണം? പുത്രന്മാരെയും പുത്രിമാരെയും ധരിപ്പിക്കുകയും മിസ്രൈമ്യരെ കൊള്ളയടിക്കുകയും വേണം. മനസ്സിലായോ? പിന്നീട് വേറൊരു ഭാഗത്ത് അവര് അതെല്ലാം കരുവേലകത്തിന്റെ കീഴിൽ കുഴിച്ചിട്ടു എന്ന് പറയുന്നത് അവരെ കയ്യിലിരിക്കൊണ്ട് വന്ന പ്രശ്നമാണത്. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ ദൈവത്തിൽ പറയുന്ന പോലെ നന്നായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാ ഭോജ്യങ്ങളും ഉപയോഗിക്കാമെന്ന് പറയുന്ന പോലെ എല്ലാം ഇത് ഒരു ദൈവപൈതലെ സംബന്ധിച്ചിടത്തോളം ഒന്നിനോടും ഒരു ആർത്തിയോ ആക്രാന്തോ അല്ല. അങ്ങനെയുള്ളൊരു ഇതിലേക്ക് പോകാതെ നമ്മൾ ഈ ഭൂമിയിൽ അന്യരും പരദേശികളുമാണെന്നുള്ളൊരു തിരിച്ചറിവിൽ വളരെ സ്വസ്ഥതയിലും സമാധാനത്തിൽ പോവുകയാണെങ്കിൽ ഇതെല്ലാം ദൈവം നമുക്ക് അനുഭവിക്കാൻ തന്നിരിക്കുന്നതാണ്. സകലതും ധാരാളമായി അനുഭവിക്കാൻ തരുന്ന ദൈവം എന്ന വചനം പറയുന്നത്. പക്ഷേ പലപ്പോഴും ഇത് മനസ്സിലാക്കാതെ ആളുകൾ പിശാചിന്റെ തന്ത്രങ്ങളിൽ പെട്ടുകൊണ്ട് പലതും കൽപ്പനകളൊക്കെ ആക്കി മാറുമ്പോൾ ഈ കർത്താവിന്റെ വരവിന്റെ സമയം അടുത്തിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ആ ദൈവിക ഹിതത്തിന്റെ പൂർണ്ണതയിലേക്ക് പോകാതെ പിശാചിന്റെ തന്ത്രങ്ങളിൽ പെട്ടുപോകുന്നവരെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞതിന്റെ താല്പര്യം എന്ന് പറയുന്നത്, കർത്താവ് നമ്മുടെ കഷ്ടതകൾ കാണുന്നു, കർത്താവ് നമ്മളെ അതിൽ നിന്ന് വിടുവിക്കാനായിട്ട് ഇറങ്ങി വരുന്നു. അതിനായിട്ട് ദൈവം ഒരു വ്യക്തിയെ തെരഞ്ഞെടുക്കുന്നു. ആ തെരഞ്ഞെടുത്ത മോശെ മുഖാന്തരം ദൈവം വലിയൊരു ദൈവിക പദ്ധതിയിലേക്ക് ദൈവം ഈ ഇസ്രായേൽ ജനത്തെ നയിക്കുന്നു. അവരുടെ കഷ്ടതകൾ, കാരണം ഇതിന് ശേഷം ഈ മോശ മുഖാന്തരം ന്യായപ്രമാണങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, കൂലിക്കാരന്റെ കൂലി എന്ത് ചെയ്യരുത്? പിടിച്ചു വെക്കരുത്, അവന് അത് അന്നന്ന് കൊടുക്കണം എന്നൊക്കെ ദൈവം പറയുമ്പോൾ ഇവിടെ ഇവർ ചെയ്ത ആ വേലയുടെ കൂലിയാണ് കർത്താവ് വാങ്ങിയെന്ത് ചെയ്യുന്നത്? അവരിൽ നിന്ന് തന്നെ അത് മേടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ ആ ദൈവം എത്രമാത്രം നമ്മളെ കരുതുന്നു, നമ്മളെ നടത്തുന്നു, നമ്മളുടെ കഷ്ടത കാണുന്നു. ഇന്ന് നമ്മുടെ കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഈ പുതിയ നിയമ ഇസ്രായേലായി നമ്മൾ കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഒരുങ്ങി കാത്തിരിക്കുന്ന ഈ കാലയളവിൽ പലപ്പോഴും അവസാനത്തോളം സഹിച്ചു നിൽക്കുന്ന രക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ കടന്നു പോകുന്ന പലവിധമായ വിഷമങ്ങളൊക്കെ പലപ്പോഴും ആ ദൈവത്തിന്റെ ആ എന്താ പറയുന്നത് ഉത്സാഹത്തിൽ മടുപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. ദൈവജനം പറഞ്ഞ വിശ്വാസത്യാഗം സംഭവിച്ചവന് നടപ്പിൽ മടുപ്പ് വരും. നമ്മൾ മറ്റു വ്യക്തികളിലേക്കല്ല നമ്മൾ നോക്കേണ്ടത്. മറ്റു വ്യക്തികളിലേക്കൊക്കെ നോക്കുമ്പോൾ പലപ്പോഴും നമുക്ക് മടുപ്പ് വരാനുള്ള സാധ്യത. എന്നാൽ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്ന യേശുവിനെയാണ് നോക്കേണ്ടത്. അവനെ ശ്രദ്ധിച്ചു നോക്കണം. നമ്മൾ ഓട്ടം സ്ഥിരതയോടെ ഓടണം. നമ്മൾ രക്ഷയുടെ അന്ധമായ തേജസ് പ്രാപിക്കണം. നമ്മൾ രക്ഷയിൽ വളരണം. പുത്രന്റെ സ്വരൂപത്തോട് നമ്മൾ അനുരൂപമായി തീരണം. ഈ ഭൂമിയിലേക്ക് നമ്മളൊന്നും കൊണ്ടുപോകാനും കഴിയുന്നതല്ല. ഉണ്ണാനും ഉടുപ്പാനുണ്ടെങ്കിൽ മതിയെന്ന് വെക്കണം. ഇതൊക്കെ ദൈവത്തിന്റെ വചനമാണ്. എന്നാൽ അപ്പോൾ തന്നെ കർത്താവിനെ പിൻപറ്റുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആവശ്യമായതെല്ലാം മുന്നമേ ഒരു രാജ്യനീതി അന്വേഷിച്ചതോടുകൂടി നമുക്ക് ആവശ്യമായതൊക്കെ കർത്താവ് നൽകി തരാൻ മതിയാവനാണ്. അവൻ നമ്മളുടെ കണ്ണുനീര് കാണുന്നു, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, ഹൃദയങ്ങളെ അനുകൂലമാക്കുന്നു. അതുകൊണ്ട് ആ കർത്താവിനോട് ചേർന്ന് നമ്മൾ ഈ ജീവിതയാത്ര മുന്നോട്ട് പോകുമ്പോൾ ഈ ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുത്തി തന്ന ആ ദൈവം മോശയെ വിളിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ ആ ഹൃദയത്തെ വെളിപ്പെടുത്തും. ഞാൻ കഷ്ടതയെ കണ്ടു, ഞാൻ അവരുടെ നിലവിളി കേട്ടു, ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു, ഞാൻ അവരെ വിടുവിക്കാൻ ഇറങ്ങി വന്നിരിക്കുന്നു. എന്നാൽ അവരെ വിടുവിക്കാൻ വേണ്ടി ദൈവം ഒരു മോശയാണ് നിയോഗിച്ചതെങ്കിൽ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ കർത്താവിന്റെ ആ പദ്ധതിയിലേക്ക് നമ്മൾ നടക്കുന്ന ഈ കാലയളവിൽ ദൈവവചനം പറയുന്നുണ്ട്, നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയുള്ള ഒരു ജീവിതം നയിക്കണം. നമ്മൾ ഒരുങ്ങുന്നതോടൊപ്പം ഒരു കൂട്ടത്തെ നമ്മൾ ഒരുക്കണം. നമ്മളൊരിക്കലും ദൈവനാമത്തെ ദുഷിപ്പിക്കുന്ന ഒരു ജീവിതമല്ല നമ്മൾ ജീവിക്കേണ്ടത്. മറിച്ച്
നമ്മളുടെ വ്യക്തി ജീവിതം, നമ്മളുടെ കുടുംബ ജീവിതമൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിരിക്കണം. കാരണം അവസാനത്തോളം സ്ഥിരതയോടെ ഓട്ടം ഓടുക എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്വം നമ്മുടെ മേലെ കിടക്കുക. ഏത് സമയത്തും തെറ്റിപ്പോൾ ഒരു യാത്ര ആരംഭിച്ച അവരത് ആ ചെന്ന് ചേരേണ്ട ഡെസ്റ്റിനിൽ എത്തുന്നത് വരെ പല സാഹചര്യങ്ങളുണ്ട്. അപകടങ്ങൾ വരാം, അനർത്ഥങ്ങളൊക്കെ സംഭവിക്കാം. പക്ഷേ ഒന്നും വരാതെ കൃത്യതയോടുകൂടെയൊക്കെ വാഹനം ഓടിച്ച് യാത്ര ചെയ്ത് കൃത്യമായിട്ടുള്ള സ്ഥലത്ത് എത്തുന്നത് വരെ നമ്മളും ആ ഒരു യാത്രയിലാണ്. കർത്താവ് മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ അവനെ കണ്ണിമിക്കുന്നതിന് രൂപാന്തരപ്പെടുന്ന ആ തേജസ്സിൽ എടുക്കപ്പെട്ട അവനെ കാണുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ ഒരുങ്ങണം. അതുകൊണ്ട് നമ്മുടെ അകത്തുള്ള ഭാരങ്ങൾ, ആകുലങ്ങൾ, ഉത്കണ്ഠയൊക്കെ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് കർത്താവിനെ പിൻപറ്റുവാനും നമ്മളെ കാണുന്നവർ യേശുവിനെ കാണുന്ന ഒരു ജീവിതം ജീവിപ്പാൻ, നമ്മളുടെ ഭവനം ഒരു സ്വർഗീയ ഭവനമായി തീരുവാൻ, സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ കർത്താവിൻ്റെ സന്നിധിയിൽ എല്ലായ്പ്പോഴും ഹൃദയങ്ങളെ വണങ്ങുവാൻ, കയ്പിലും പകയിലും നീരസത്തിലും പിണക്കത്തിലും ജീവിപ്പാനല്ല, സ്നേഹത്തിൽ ആ പരിശുദ്ധാത്മാവിനാലുള്ള സ്നേഹത്താൽ നിറയപ്പെട്ട് നയിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളായി തീരാനൊക്കെ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവ്വസ്വ പിതാവേ, അളവറ്റ കൃപയും കരുണയും സ്നേഹം ഞങ്ങളുടെ മേൽ പകരുന്ന ദൈവമേ, ക്രിസ്തുവിന് മനസ്സുള്ളവരാക്കി ഞങ്ങളെ മാറ്റണം. വചനത്തിനോട് കൂട്ടുവാനോ കുറയ്ക്കുവാനോ അല്ല, കർത്താവ് അങ്ങ് കാണുന്നത് പോലെ കാര്യങ്ങളെ കണ്ട് അങ്ങേ പിൻപറ്റുന്ന ഒരു കൂട്ടം ഈ നാളുകളിൽ എഴുന്നേൽപ്പാൻ കർത്താവെ അങ്ങയുടെ മഹത്വം അങ്ങ് ഈ നാളുകളിൽ വെളിപ്പെടുത്തുമല്ലോ. കർത്താവെ കഷ്ടത കണ്ട് കർത്താവെ ഇറങ്ങി വന്ന ആ കർത്താവിനെ പോലെ കർത്താവ് ഈ നാളുകളിൽ ദൈവമേ അങ്ങയുടെ മഹത്വം ഈ നാളുകളിൽ വെളിപ്പെടുവാനും, കർത്താവെ അങ്ങയുടെ മണവാട്ടി സഭ ഒരുങ്ങേണ്ടതിൻ്റെ ആവശ്യകത വെളിപ്പെടുത്തുവാനും കർത്താവെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവനാളിലേക്ക് ഞങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുകയാണ്. വചനം കേൾക്കുന്ന ഓരോ മക്കളെയും കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആരും നഷ്ടപ്പെട്ടു പോകരുത്. എല്ലാവരും തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ.